റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ഹറമല്ലാഹു അലാ ജസദിഹി അലന്നാർ. ആരെങ്കിലും പരിശുദ്ധമായ ശഅബാൻ മാസത്തിനെ ആദരിച്ചാൽ, ബഹുമാനിച്ചാൽ, ആ മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, 3000 കൊല്ലം കത്തിച്ച നരകമുണ്ടല്ലോ, ആ നരകത്തിന്റെ തീക്കകത്തേക്കങ്ങാട്, ആ നരകത്തിന്റെ തീക്കകത്തെങ്ങാട് നിന്നെ കൊണ്ട് വലിച്ചെറിഞ്ഞ ആ നരകം പോലും അല്ലാഹുവിനോട് പറയും, അല്ലാ ഈ മനുഷ്യനെ ഞാൻ തൊടൂല റബ്ബേ. ശഅബാൻ മാസത്തിനെ ബഹുമാനിച്ചവരാ, ശഅബാനിനെ ആദരിച്ചവരാ, അവനെ ഞാൻ തൊടൂല. ഇവന്റെ മനസ്സവന്റെ ശരീരത്ത് നരകത്തിന്റെ തീ തൊടില്ല എന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ള പെങ്ങള്, ഒന്നാമത്തെ പ്രതിഫലമാണ് നരകത്തിൽ നിന്നുള്ള മോചനമാണ്, നരകത്തിൽ നിന്നുള്ള മോചനമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ രണ്ടാമതായി പറയുകയാണ്, ഹവ്വനല്ലാഹു അലൈഹി സകറാത്തുൽ മൗത്ത്. ഈ കയ്യിലെണ്ണാവുന്ന ദിവസങ്ങളെയെങ്കിലും നിനക്കൊന്ന് ആദരിക്കാൻ, ബഹുമാനിക്കാൻ, സ്നേഹിക്കാൻ നിനക്കൊന്ന് കഴിഞ്ഞോ, അല്ലാഹു തരുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? എന്റെ പ്രിയമുള്ളവരെ, മരണത്തിനൊരു വേദനയുണ്ടെന്ന് എല്ലാവർക്കും അറിയാം, മരണത്തിനൊരു വേദനയുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. കാരണം അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്. ഒരു മനുഷ്യനും സംശയമില്ലല്ലോ, എല്ലാവരും മരിക്കുമെന്ന് ഉറപ്പാട്. ഇവിടത്തെ നിരീശ്വരവാദികൾ പോലും പറയുന്നുണ്ട് മരണമുണ്ടെന്ന്. എല്ലാവരും ഒരു ദിവസം മരിക്കേണ്ടവരാ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. മരണത്തിനൊരു രുചിയുണ്ട്. അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്. വിശ്വസിക്കലല്ലാതെ മറ്റൊരു വഴിയുമില്ല. മരിച്ചവരാരും തിരിച്ചു വന്ന് പറഞ്ഞിട്ടുമില്ല. എന്റെ പ്രിയമുള്ളവരെ, മരണത്തിന് വേദനയുണ്ടെന്ന് ഖുർആനാ പറഞ്ഞത്. നമ്മളെല്ലാവരും അനുഭവിക്കേണ്ടവരാണല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഉസ്താദേ, പ്രസവ വേദന വല്ലാത്ത വേദനയാ. അത് മരണത്തിനോട് ചേർത്ത് പറയുന്ന പെണ്ണ്. ഓപ്പറേഷൻ തിയേറ്ററിന്റെ അകത്ത് ഒരു ഡോക്ടറും 3 നേഴ്സുമാര് ചുറ്റുഭാഗത്ത് നിന്ന് നിന്റെ കയ്യും കാലും പിടിച്ചപ്പോ എത്ര വിളിച്ചു കൂവി പെങ്ങള്. ആ വേദന പോലും നിനക്ക് സഹിക്കാൻ കഴിഞ്ഞില്ലല്ലോ. എങ്കിലും മരണത്തിന്റെ രംഗം എങ്ങനെയെന്നറിയുവോ? മരണത്തിന്റെ രംഗം എങ്ങനെയെന്നറിയുവോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, 70,000 മലക്കുകളുടെ നേതൃത്വത്തിൽ ഒരു പടയിറങ്ങി വരികയാ. 70,000 മലക്കുകളുടെ നേതൃത്വത്തില് മലക്കുൽ മൗത്ത് അസ്റായീൽ, 70,000 മലക്കുകള് ഒരു സൈന്യമായിട്ടാണ് വരുന്നത്. എന്തിനെന്നറിയുവോ? ഈ പീറയായ എന്റെയും നിന്റെയും റൂഹ് പിടിക്കാറ്. പടച്ചവനെ, ഒരു മനുഷ്യൻ, ആരോഗ്യമുള്ള ഒരു മനുഷ്യനുണ്ടല്ലോ, കൈ നൂത്തൊരടി കുടിച്ചാ താഴെ വീഴുന്ന, ഒരു തലവേദന സഹിക്കാൻ കഴിയാത്ത, റോഡിലൂടെ നടന്നു പോകുമ്പോ കാലൊരു കല്ലിൽ തട്ടിയാ അതിന്റെ വേദന പോലും സഹിക്കാൻ കഴിയാത്ത, പടച്ചവനെ, ആരോഗ്യമില്ലാത്ത എന്റെയും നിങ്ങളുടെയും റൂഹ് പിടിക്കുന്നതിന് വേണ്ടി 70,000 മലക്കുകൾ ഇറങ്ങി വരുമെന്ന് ഖുർആൻ പറയുമ്പോ, അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ, ആ രംഗം എന്തേ ചിന്തിക്കാത്തത്? എല്ലാം കാണുന്ന ഒരു രംഗമുണ്ടല്ലോ, നീ നിന്റെ കണ്ണുകൊണ്ട് കാണുമെന്ന് ഖുർആനാ പറഞ്ഞത്. നീ എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും, നിന്റെ കണ്ണുകൊണ്ട് കാണുമെന്ന് അല്ലാഹു പറഞ്ഞത്. ഫകശഫിനാ അൻക ഇതാഅക ഫബസറുക യൗമ ഹദീദ്. അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്. നിന്റെ കണ്ണുകൊണ്ട് കാണുമല്ലോ, കാണുമ്പോ പെടഞ്ഞ് താഴെ വീഴുകയാ. മലക്കുൽ മൗത്തിനെയും തന്റെ അനുയായികളെയും കാണുമ്പോ അല്ലാഹ് പിടഞ്ഞ് വീഴുകയോ. മലക്കുകളെ 4 ഭാഗത്ത് നിന്നിട്ട് നിന്റെ റൂഹ് ഇങ്ങനെ വലിച്ചു പിടിക്കുകയാണ്. റൂഹ് കിടന്നു ഓടുകയാണ്. അവർ പരസ്പരം നിന്നെ തല്ലുകയാ. അവരുടെ കയ്യിലിരിക്കുന്ന ചാട്ടവാറ് കൊണ്ട് തല്ലിച്ചതച്ചിട്ട് നിന്റെ റൂഹ് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോ ആരാ നിന്നെ രക്ഷിക്കാൻ
രക്ഷിക്കാൻ വരിക? ആരാണ് രക്ഷപ്പെടുന്നത്? ആരാണ് നിന്നെ സഹായിക്കുന്നത്? കല്ലാ ഇദാ ബലഗതി തറാഖിയ വകീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫതി സാഖു ബിസാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. ആരാടാ പൊന്നുമോന് നിന്നെ രക്ഷിക്കുന്നത്? ആരാ നിന്നെ സഹായിക്കുന്നത്? വിളിക്കടാ, ആരെ വേണമെങ്കിലും വിളിച്ചോ. നിന്നെ കൊണ്ടുപോകാൻ പോവുകയാ. കൂടെ നടന്നവരും കൈയടിച്ചവരും പ്രോത്സാഹനം തന്നവരും ഏത് വൃത്തികെട്ടിനും നിന്റെ കൂടെ നിന്ന എല്ലാവന്മാരെയും വിളിച്ചോ. നിന്നെ കൊണ്ടുപോകാൻ പോകുകയാടാ. ആരാ നിന്നെ സഹായിക്കുക? ആരാണ് നിന്നെ സഹായിക്കുക? എന്റെ പ്രിയമുള്ളവരെ, മരണമൊരു യാഥാർത്ഥ്യമാ. നിന്റെ വാപ്പ പോയില്ലേ, നിന്റെ ഉമ്മ പോയില്ലേ, നിന്റെ മക്കള് പോയില്ലേ, നിന്റെ കൂടപ്പുറപ്പ് പോയില്ലേ, നിന്റെ കുടുംബക്കാര് പോയില്ലേ, നിന്റെ കൂടെ പഠിച്ചവര് പോയില്ലേ. നീ വിചാരിക്കും ഉസ്താദേ 40 30 50 ഇനിയും ഒരുപാട് കാലം ജീവിക്കുമെന്ന് ഞാനും നിങ്ങളും കരുതുന്നെങ്കിൽ ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞത്? എടാ, ഒരേ ഒരു ഹദീസ് ഞാൻ പറഞ്ഞു തരാ. മഹാനായ പ്രവാചകൻ പറഞ്ഞത് എന്തെന്നറിയുവോ? അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ വുളു മുറിഞ്ഞു. എപ്പോഴും പ്രവാചകൻ ഉളുവെടുക്കും, എപ്പോഴും ഉളുവെറിഞ്ഞാൽ ഉളുവെടുക്കും. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എവിടെയാണ് വെള്ളമുള്ളത്? അവിടെ നിന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്പം നടക്കണം നബിയേ, അവിടെയാണ് വെള്ളം ഇരിക്കുന്നത്. ഉളുവെടുക്കണമെങ്കിൽ അവിടം വരെ പോകണം. അല്ലാഹുവിന്റെ പ്രവാചകൻ പെട്ടെന്ന് തയമം ചെയ്യുകയാ. മണ്ണിലടിച്ചിട്ട് തയമം ചെയ്തു. അനസ് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് ചോദിക്കുന്നു, നബിയേ, ഉളുവെടുക്കണമെങ്കിൽ അവിടെ വരെ പോയാ പോരെ? എന്തിനാണ് തയമം ചെയ്യുന്നത്? എന്തിനാണ് തയമം ചെയ്യുന്നത്? സഹാബാ, അവിടെ വരെ എത്തുമെന്ന് ആരാ പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത്. അവിടെ വരെ ഉളുവെടുക്കാനുള്ള സ്ഥലം വരെ എത്തുമെന്ന് ആരാ പറഞ്ഞത്? അവിടെ വെച്ച് ഞാൻ അതിനു മുമ്പങ്ങാട്, അവിടെ ചെന്ന് ഉളുവെടുക്കുന്നതിന് മുമ്പങ്ങാട് ഞാൻ മരിച്ചു പോയാ, ശുദ്ധിയുള്ളവനായി മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു സഹാബോ. അല്ലാഹുവിന്റെ പ്രവാചകൻ പോലും പറഞ്ഞെങ്കിലോ ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും ഇല്ലല്ലോ. ഈ ആയിഷാരക്കാടിക്കാരോ ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും ഇല്ലല്ലോ. നിനക്ക് ബാങ്കമിക്കാമത്തും പണ്ടേ കൊടുത്തു വെച്ചിരിക്കുകയാ. കാരണം മരിച്ചു കഴിഞ്ഞാ പിന്നെ ബാങ്കമിക്കാമത്ത് കൊടുക്കാൻ സമയമില്ല. കുളിപ്പിച്ച് കൊണ്ടുപോയി 4 തക്ബീർ പറഞ്ഞ് കൈകെട്ടിയിട്ട് പെട്ടെന്ന് കൊണ്ടുപോയി കുടിച്ചിടാൻ വല്ലാത്ത സമയമില്ലാത്തത് കാരണം എന്റെ പ്രിയമുള്ളവരെ എല്ലാ നേരത്തെ ചെയ്തു വെച്ചിരിക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഇപ്പോഴെങ്ങും മരിക്കില്ല ഉസ്താദേ എന്ന ചിന്തയോടെ നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഉസ്താദേ പ്രായമായില്ലല്ലോ, രോഗമില്ലല്ലോ, ഇനി ഒരുപാട് കാലം ജീവിക്കുമെന്ന് കരുതിയിട്ട് വൃത്തികേടുകൾ കാണിക്കുന്ന പെങ്ങള്, തുഅമ്മീലു ഫിദ്ദുനിയാ തവീലൻ വലാ തദിരി ഇലാ ജന്ന ലൈലുൻ ഹൽ തഈസു ഇലൽ ഫജ്രി വകം മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ മരീദിൻ ആസ ദഹ്റൻ അലാ ദഹ്രി. ആരാ പറഞ്ഞത്? കവി ചോദിക്കുകയാണ്, തുഅമ്മീലു ഫിദ്ദുനിയാ, നിന്റെ ജീവിതം കണ്ടാ ഒരിക്കലും മരിക്കാത്തവനെ പോലെയാ. കാലാകാലം ഇവിടെ എങ്ങ് ജീവിക്കാമെന്ന് നീ കരുതുന്നെങ്കിൽ എന്തൊരു പ്രതീക്ഷയാടാ, എന്തൊരു മോഹങ്ങളാ, എന്തൊരു സ്വപ്നങ്ങളാ. പക്ഷേ
എല്ലാം തകർന്ന് തരിപ്പണമാകുമല്ലോ. എപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ലല്ലോ. പഠിച്ചവനെ കുറച്ച് നാളുകൾക്ക് മുമ്പ്, ആഴ്ചകളല്ലേ ആയുള്ളൂ, പത്തനാപുരത്തൊരു ചെറുപ്പക്കാർ 30 വയസ്സാണുള്ളത്, 2 ചെറിയ മക്കളുണ്ട്. അല്ലാഹുവേ, 50 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടൊരു വീട് വെച്ചോ. 50 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടൊരു വീട് വെച്ചോ. ഓരോ മാസവും 30,000 രൂപ അടയ്ക്കണം. 20 കൊല്ലം അടച്ചാലേ അവന്റെ കടം തീരൂ. അവൻ തന്നെ തീരുമാനിച്ചു, ഞാൻ 20 കൊല്ലം ജീവിക്കുമെന്ന്. അവൻ തന്നെ ഒരു സ്വപ്നം കണ്ടോ. അല്ലാ, 50 ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് വെച്ച വീട്ടില് 20 കൊല്ലം പോയിട്ട് 20 ദിവസം താമസിക്കാൻ അല്ലാഹു ഭാഗ്യം കൊടുത്തില്ല. 6 അടി മണ്ണിന്റെ അകത്തേക്ക് അവന്റെ ജനാസ കൊണ്ടുപോകുമ്പോ, മോനെ, നിന്റെ ജീവിതം കണ്ടാ ഒരിക്കലും മരിക്കാത്തവനെ പോലെയാണ്. ഇലാ ജന്ന ലൈലുൻ ഹൽ തഈസു ഇലൽ ഫജ്രി. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റവൻ വൈകുന്നേരം വീട്ടിലെത്തുന്നില്ല. പള്ളിക്കാട്ടിലേക്ക് പോകുന്ന കാഴ്ച കണ്ടവരല്ലേ. രാത്രി ഭാര്യയുടെ കൂടെ മണിയറയ്ക്കകത്ത് കിടന്ന പലരും പിറ്റേ ദിവസം രാവിലെ എഴുന്നേക്കാതെ പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി കുടിച്ചിട്ടത് മറന്നുപോയോ. എത്ര മയ്യത്ത് കണ്ട് ചെറുപ്പക്കാരാ, എത്ര മയ്യത്ത് കണ്ട് പെങ്ങള്. നന്നാകാ മനസ്സില്ലല്ലോ. കാസർഗോഡിലെ ചെറുപ്പക്കാരൻ തന്റെ പ്രിയപ്പെട്ട പിതാവിനോട് ഒരുപാട് നാളുകൾ കൊണ്ട് പറയുന്ന, ബാപ്പാ, ഒരു ഇൻഫീൽഡ് വാങ്ങിച്ചു തരണം, എനിക്കൊരു ബൈക്ക് വാങ്ങണം ബാപ്പാ. ഒരുപാട് നാളുകൾ കൊണ്ട് തന്റെ പൊന്നുമകൻ പറയുന്നു, ആഗ്രഹമാണല്ലോ. അവസാനം വിദേശത്ത് നിന്ന് തന്റെ പ്രിയപ്പെട്ട പിതാവ് തന്റെ പൊന്നുമോന് ബൈക്ക് വാങ്ങുന്നതിന് വേണ്ടി പണമയച്ചു കൊടുത്തു. അല്ലാ, എന്തൊക്കെ സന്തോഷത്തോടെ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് അതാ ചെയ്യുന്നിട്ട് ബൈക്ക് വാങ്ങുകയാണ്. എന്നിട്ട് തന്റെ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ എതിരെ വന്ന ഒരു ബസുമായി കൂട്ടിയിടിച്ചിട്ട്, അല്ലാ, 6 അടി മണ്ണെന്ന കബറിന്റെ അടിയിലേക്ക് കടന്നു പോകുമ്പോ കവിയാണ് പറയുന്നത്, കവിയാണ് ചോദിക്കുന്നത്, എടാ, ഇലാ ജന്ന ലൈലുൻ ഹൽ തഈസു ഇലൽ ഫജ്രി. ജനങ്ങളുണ്ടല്ലോ, രാത്രി കിടന്നവന് രാവിലെ എഴുന്നേക്കുന്നില്ല, രാവിലെ എഴുന്നേറ്റവന് രാത്രി കിടന്നുറങ്ങുന്നില്ല. അതിനു മുമ്പേ മരണം പിടിപെടുകയാണ്. എന്നിട്ടോ, വകം മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി. ഒരു രോഗവുമില്ലാത്തവർ പെട്ടെന്ന് അങ്ങ് വീണ് മരിച്ചു പോവുകയാ. ക്യാൻസർ ഉള്ളവരല്ല, ട്യൂമർ ഉള്ളവരല്ല, പടച്ചവനെ, ഒരു രോഗവുമില്ലാത്തവർ പെട്ടെന്ന് വീണങ്ങ് മരിച്ചു പോവുകയാ. എന്തേ നിനക്ക് ചിന്തയില്ലാത്തത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുകയാ, ഇനിയുള്ള ഒരാഴ്ചയെങ്കിലും നിനക്കൊന്ന് ബഹുമാനിക്കാൻ കഴിഞ്ഞോ പെങ്ങള്? ആഗ്രഹമില്ലേ ഉസ്താദേ, വാപ്പ മരിച്ചത് വെള്ളിയാഴ്ച രാവിലെ റമളാ മാസത്തിലാ. എന്റെ ഉമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് ഞാൻ കേട്ടു ഉസ്താദ്. ജനങ്ങളുടെ മുന്നിൽ വിളമ്പുന്ന മക്കളുണ്ട്. എന്റെ വാപ്പ വെള്ളിയാഴ്ച രാവിലാണ് മരിച്ചത്. ചോദിക്കട്ടെ ചെറുപ്പക്കാരാ, നിന്റെ വാപ്പ വെള്ളിയാഴ്ച രാവിലാണ് മരിച്ചതെങ്കിലും നിനക്കെന്ത് കിട്ടാരാ? നിന്റെ വാപ്പ റമളാനിലാണ് മരിച്ചതെങ്കിൽ, 17-ാം രാവിലാണ് മരിച്ചതെങ്കിൽ, പെങ്ങളെ, നിന്റെ ഉമ്മയ്ക്ക് നല്ല മരണം കൊടുത്തെന്ന് പറഞ്ഞു നിനക്കെന്ത് കിട്ടാരാ? പറഞ്ഞുകൊണ്ട് നടക്കലല്ലാതെ വേറൊന്നുമില്ലല്ലോ. പക്ഷേ നിനക്കെന്തെങ്കിലും ഒരു നേട്ടമുണ്ടാകണമെങ്കിൽ നീയും അതുപോലെ മരിക്കണേ. നീ ആ ഉമ്മാന്റെ യഥാർത്ഥ മകളാകുന്നത് എപ്പോഴും അറിയുവോ? ഉമ്മ വെള്ളിയാഴ്ച രാവിലാണ് മരിച്ചതെങ്കിൽ നീ റമളാ മാസത്തില് നോമ്പും പിടിച്ചിട്ട് വെള്ളിയാഴ്ച രാവിലെ മരിക്കണം. അപ്പോഴാണ് ആ ഉമ്മയുടെ മകനാകുന്നത്, അപ്പോഴാണ് ആ ബാപ്പയുടെ യഥാർത്ഥ മകനാകുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഒരു നല്ല മരണം വേണോ? മരണവേദന കുറയണോ? ഈ പരിശുദ്ധമായ ശഅബാൻ മാസം, ഈ പരിശുദ്ധമായ ശഅബാൻ മാസത്തിനെ നിങ്ങൾക്കൊന്ന് ആദരിക്കാൻ കഴിഞ്ഞാ, ഹവ്വനല്ലാഹു അലൈഹി സകറാത്തുൽ മൗത്ത്.
മൗത്ത്. അല്ലാഹു നിങ്ങളുടെ മരണം എളുപ്പമാക്കുകയാ, മരണവേദന കുറച്ചു തരികയാ. 3 ഈ കയ്യിലെണ്ണാവുന്ന ദിവസങ്ങളേ ഉള്ളൂ. ഈ ദിവസത്തെ നിനക്ക് ബഹുമാനിക്കാ കഴിഞ്ഞ വദഫഅൻഹു ദുൽമത്തുൽ ഖബരി. ഖബറെന്ന് പറയുന്ന ഒരു ഭവനമുണ്ടല്ലോ, ഖബറെന്ന് പറയുന്ന ഒരു വീടുണ്ടല്ലോ. പടച്ചവനെ എല്ലാവരും കൊണ്ടുപോയി 3 കഷ്ടം തുണിയിൽ പൊതിഞ്ഞിട്ട് 6 അടി മണ്ണ് പച്ചമണ്ണിന്റെ മുകളിലേക്ക് നിന്റെ ജനാസ ഇറക്കി വെക്കുകയാണ്. എന്നിട്ട് പലകയെടുത്ത് നിരത്തുകയാ. വീട് പണിയുകയല്ല പടച്ചവരെ, കാലാകാലം പടച്ചവരെ താമസിക്കാൻ ഒരു ഭവനമല്ല പണിയുന്നത്. ിലൊരു മനുഷ്യനെ പച്ചമണ്ണിന്റെ അകത്തിറക്കി വെച്ചിട്ട് പലകയെടുത്തു നിരത്തുകയാ. എന്തൊരു സൂക്ഷ്മത എന്നറിയുവോ? ആ പലകയുടെ ഇടയിലെവിടെയെങ്കിലും ഒരൽപ്പം ദാരം വന്നാ അതുപോലും മടക്കുകയാ, അതുപോലും മടക്കുകയാ. എന്നിട്ട് അതിന്റെ മുകളിൽ മണ്ണ് മാറിയിടുകയാണ്. ചെടിയും നട്ടിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോ ആ ഖബറിന്റെ അകത്ത് വല്ലാത്ത ഇരുളാ. ആ ഖബറിന്റെ അകത്ത് വെളിച്ചമില്ലല്ലോ, വല്ലാത്ത ഇരുളാണല്ലോ. എന്റെ പ്രിയമുള്ളവരെ, 6 അടി മണ്ണിന്റെ അകത്ത് വെളിച്ചം വേണോ? 6 അടി മണ്ണ് പ്രകാശിക്കടോ? നിന്റെ ഖബർ മണിയറയാകണോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, പരിശുദ്ധമായ ശഅബാൻ മാസത്തിനെ ബഹുമാനിച്ച ആദരിച്ച അല്ലാഹു നിന്റെ മണ്ണറ പ്രകാശിപ്പിക്കും പെണ്ണ്. നിന്റെ 6 അടി മണ്ണല്ലാഹു പ്രകാശിപ്പിക്കുകയാ, നിന്റെ 6 അടി മണ്ണല്ലാഹു പ്രകാശിപ്പിക്കുകയാ. 4ാമത്തെ പ്രതിഫലം എന്തേ? ഒരാഴ്ച കൂടെ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. ഇനിയെങ്കിലും നിനക്കൊന്ന് മനസ്സ് വെച്ചുകൂട്, ഇനിയെങ്കിലും നിങ്ങൾക്കൊന്ന് തയ്യാറെടുത്തുകൂട്, ഇനിയെങ്കിലും ഒന്ന് നന്നായിക്കൂട്, ഇനിയെങ്കിലും മനസ്സും ശരീരവും ശുദ്ധമാക്കിക്കൂട്, ഇനിയെങ്കിലും ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പടച്ചുറപ്പിന്റെ ദുർബാറിലേക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് ഒന്ന് തൗബ ചെയ്തിട്ട് നന്നായിക്കൂട്. അല്ലാഹു തരുന്ന 4ാമത്തെ പ്രതിഫലം എന്ത്? യാ സ്വഹാബ വസതറഹുല്ലാഹു ഔറതഹു യൗമൽ ഖിയാമ. 4ാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? ഇസ്രാഫീൽ എന്ന മലക്ക് സൂറെന്ന കാഹളത്തിൽ ഊതി കഴിയുമ്പോ അതാ ലോകം മുഴുവനും നശിച്ചതിന് ശേഷം 2ാമതൂതുമ്പോ ഖബർ വെട്ടിപ്പൊളിച്ചിട്ട് എല്ലാവരും എഴുന്നേക്കുകയാണ്, എല്ലാവരും എഴുന്നേക്കുകയാണ്. പടച്ചുറപ്പിന്റെ പരലോകത്തേക്ക് പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പിന്താരങ്ങളിൽ കൊടികൊത്തി വെച്ച് കിടഞ്ഞും നടന്നും കുഷ്ഠരോഗിയെ പോലെ ഉഹുദ് വലിപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് 41 വിഭാഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം നാളെ പടച്ചുറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു പോകുമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരുണ്ടല്ലോ, ഞാനും നിങ്ങളും എഴുന്നേറ്റ് പോവുകയാ. എങ്ങനെയാണ് പോകുന്നത്? ഉമ്മ പ്രസവിച്ചതുപോലെ, പ്രസവിച്ചതുപോലെ ഒരു നൂൽബന്ധമില്ലാതെ ഉടുതുണിയില്ലാതെ ആണും പെണ്ണും ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് നടക്കുകയാ. റസൂലുള്ള പറയുമ്പോ ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, പരസ്പരം ഔറത്ത് കാണില്ലേ നബിയേ? ഔറത്ത് നോക്കില്ലേ നബിയേ? ഇന്നൊരു പെണ്ണിന്റെ ശരീരത്തിൽ ഒരല്പസ്ഥലം എവിടെയെങ്കിലും വെളിയിലായാ കാണാമല്ലാത്ത തിരക്കാണല്ലോ. എങ്കിലും നാളെ നിന്റെ കണ്ണിന്റെ മുന്നിലൂടെ 18 വയസ്സുള്ള പെണ്ണ് ഉടുതുണിയില്ലാതെ നടന്നു പോയാ കണ്ണുയർത്തില്ലടാ ചെറുപ്പക്കാരാ. ഒന്ന് കണ്ണുയർത്തിയിട്ട് നീ നോക്കൂല, നിന്നെ കൊണ്ടതിന് കഴിയൂല. എന്റെ പെങ്ങള്, കണ്ണിന്റെ മുന്നിലൂടെ വസ്ത്രമില്ലാതെ സൗന്ദര്യമുള്ള ഒരു ചെറുപ്പക്കാരൻ നടന്നു പോയാ നിനക്കൊന്ന് കണ്ണുയർത്തിയിട്ട് നോക്കാൻ കഴിയില്ല. കാരണം അല്ലാഹുവിന്റെ കോടതിയാ, പടച്ചുറപ്പിന്റെ പരലോകമാ, ചെമ്പിന്റെ തറയുടെ മുകളിലോ. റബ്ബേ, റസൂലുള്ള പറയുന്നു 40 കൊല്ലവാ,
40 കൊല്ലമാണ്. വല്ലാത്ത ഒരു ദിവസമാണല്ലോ. ചൂടുള്ള നാളുണ്ട്, ഖിയാമം നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂള. വൻദോഷ വണ്ടിയോ മായി വരുന്നേ കാള. ക്ഷീണത്തിനാൽ ഒലിക്കുന്നതാണേ. സുഹൃത്തുക്കളെ, തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല അതങ്ങു ചെന്നാൽ കോള. തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുന്ന ദിവസമാ. തലയുടെ മുകളിൽ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് നിൽക്കുകയാണ്. ചെമ്പിന്റെ തറയിലാണ് നിൽക്കുന്നത്. കാലനക്കൂല, കാലനക്കൂല. 40 കൊല്ലം ഒരേ ഒരു നിൽപ്പാ. അവിടത്തെ ഒരു ദിവസമുണ്ടല്ലോ, ഇവിടത്തെ 50,000 വർഷമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, ശഅബാനിനെ ബഹുമാനിച്ചവര്, ശഅബാനിനെ ആദരിച്ചവര്, നാളെ നീ പള്ളിക്കാട്ടിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം വസ്ത്രമാ. നീ നഗ്നനായിട്ടല്ല, നീ നഗ്നനായിട്ടല്ല. ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ ഔറത്ത് മറച്ചിട്ട് നടന്നു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഈ മാസത്തിനെ ബഹുമാനിച്ചാ കിട്ടുന്ന 4ാമത്തെ പ്രതിഫലം 6 അടി മണ്ണിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് പോകുമ്പോ നീ വസ്ത്രം ധരിച്ചു കടന്നു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ 5ാമത്തെ പ്രതിഫലമെന്തേ? 5ാമത്തെ പ്രതിഫലമെന്തേ? നാളെ നീ സ്വർഗത്തിൽ ആരുടെ കൂട്ടുകാരനെന്നറിയുവോ? നാളെ സ്വർഗത്തിലെ പ്രവാചകന്മാർക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട്. ഓരോ പ്രവാചകനും കൂട്ടുകാരനുണ്ട്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൂട്ടുകാരുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂലിന് കൂട്ടുകാരുണ്ടല്ലോ. ആ കൂട്ടുകാരുടെ കൂടെ ഒരുപാട് കൂട്ടുകാരെ പ്രവാചകൻ തെരഞ്ഞെടുക്കുമല്ലോ. അതാ ഓരോ പ്രവാചകന്മാർക്കും കൂട്ടുകാരുണ്ട്. മഹാനായ ഖലീലുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബിയുടെ കൂട്ടുകാരനാരാ? ഒരിക്കലും മൂസാ നബി അല്ലാഹുവോട് ചോദിച്ചു, അല്ലാ എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ ആരാണ് റബ്ബേ? എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ ആരാണ് പടച്ചവര്? മൂസാ നബി അല്ലാഹുവിനോട് ചോദിക്കുമ്പോ അല്ലാഹു പറഞ്ഞു, മൂസാ നിന്റെ കൂട്ടുകാരൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. നിന്റെ കൂട്ടുകാരൻ എപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ആരാണ് പടച്ചവര്? ആ കൂട്ടുകാരനെ എനിക്കൊന്ന് കാണണം തമ്പുരാന്. അല്ലാഹു അനുവാദം കൊടുക്കുകയാണ്. മൂസാ നബിക്ക് കാണാനുള്ള അനുവാദം കൊടുക്കുകയാ. അങ്ങനെ മൂസാ നബി കടന്നു വരുമ്പോ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. ചെറുപ്പക്കാരന്റെ 2 ചുമലുകളിൽ ഒരു സഞ്ചി ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാ. ഉമ്മാന്റെ അല്ലാഹുവേ, ആ ചെറുപ്പക്കാരന്റെ ചുമലുകളില് 2 ചുമലിലും ഓരോ സഞ്ചികൾ ഇങ്ങനെ തൂക്കി വെച്ചിരിക്കുകയാണ്. ആ ചെറുപ്പക്കാരന്റെ മുന്നിലേക്ക് മൂസാ നബി കടന്നു ചെന്നു. അതാ പ്രവാചകനാണെന്ന് പറഞ്ഞില്ല. അടുത്ത് ചെന്നപ്പോഴാ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇന്നെന്റെ കൂടെ താമസിച്ചുകൂടെ? മൂസാ നബി ആ ചെറുപ്പക്കാരന്റെ കൂടെ വീട്ടിലേക്ക് കടന്നു ചെന്നു. ചുമലിലിരിക്കുന്ന കെട്ടങ്ങ് താഴെ വെക്കുകയാണ്. ചെറുപ്പക്കാരൻ അടുക്കളയിൽ ചെന്ന് ഭക്ഷണം തയ്യാറാക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അതാ ചുമലിൽ ചുമന്നുകൊണ്ടിരുന്ന സഞ്ചിയുണ്ടല്ലോ, ഒരു സഞ്ചി ഇങ്ങനെ ഇരുന്ന് അനങ്ങുകയാണ്. അതാ മൂസാ നബി അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോ അല്ലാഹ്, ഒരു പടുവൃദ്ധയായ ഉമ്മയാ, എല്ലും തോലുമായ ആ സഞ്ചിക്കകത്ത് ഒരു ഉമ്മയാണ് കിടക്കുന്നത്. 2ാമത്തെ സഞ്ചി തുറന്നു നോക്കുമ്പോ ഒരു പടുവൃദ്ധനായ മനുഷ്യനാ.
പടച്ചവനെ ഒരു പടുവൃദ്ധയായ ഉമ്മയും ഒരു വാപ്പയുമാണ് കിടക്കുന്നത്. മൂസാ നബി ചോദിച്ചു, നിങ്ങളാരാ? അവിടെന്ന് പറഞ്ഞു, പൊന്നുമോനെ, ഞങ്ങളെ ചുമക്കുന്നത് ഞങ്ങളുടെ പൊന്നുമോനാണ്. ഞങ്ങളെ ചുമന്നുകൊണ്ട് നടക്കുന്നത്, ഞങ്ങളെ ചുമന്നുകൊണ്ട് നടന്നത് ഞങ്ങളുടെ പൊന്നുമോനാണ്. എവിടെ പോയാലും അവൻ ഞങ്ങളെ കൊണ്ട് നടക്കുമല്ലോ. അല്ലാഹുവേ, എന്റെ പൊന്നുമോനെ ഞാൻ 9.5 മാസമാണ് ചുമന്നതെങ്കിലോ എന്റെ മകൻ ഞങ്ങളെ ഞങ്ങളെ ചുമക്കാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങളായല്ലോ. മൂസാ നബിക്ക് അത്ഭുതമായി. അവിടുന്ന് ചോദിക്കുന്നു, ഉമ്മ, നിങ്ങൾക്ക് ഇത്രയും നല്ല ഒരു പൊന്നുമകനെ കിട്ടിയല്ലോ, എന്താണ് നിങ്ങൾ അവന് വേണ്ടി ദുആ ചെയ്യുന്നത്? നിങ്ങൾ എന്താണ് ആ പൊന്നുമോന് വേണ്ടി ദുആ ചെയ്യുന്നത്? അവിടുന്ന് പറയുന്നു, എന്തേ ഞങ്ങളുടെ ആഗ്രഹമെന്നറിയുവോ? ഞങ്ങളുടെ പൊന്നുമോന് വേണ്ടി ഞങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് എന്തെന്നറിയുവോ? അവിടുന്ന് പറയുകയാ, അല്ലാഹുവേ, മൂസാ നബി അലൈഹിസ്സലാമിനെ കാണാ ഞങ്ങളുടെ പൊന്നുമോന് ഭാഗ്യം കൊടുക്കണേ അല്ലാ. രാവും പകലും എവിടെ പോയാലും തന്റെ മാതാപിതാക്കളെ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. ഒരു സഞ്ചിയിൽ കെട്ടിയിട്ട് വാപ്പാന ഒരു ചുമലില്, ഉമ്മാന ഒരു ചുമലില് ഇട്ടുകൊണ്ട് നടക്കുന്ന ഈ പൊന്നുമോന് വേണ്ടി ആ ഉമ്മയും വാപ്പയും ദുആ ചെയ്തത് എന്തെന്നറിയുവോ? ഞങ്ങളുടെ മകൻ മരിക്കുന്നതിന് മുമ്പ് മൂസാ നബിയെ കാണിച്ചു കൊടുക്കണേ അല്ലാ. ഇതാണ് ഞങ്ങളുടെ ആഗ്രഹമെന്ന് മാതാവ് പറയുമ്പോ മൂസാ നബി പറയുന്നു, അന കലീമുല്ലാഹ്, ഞാനാണുമ്മ, ഞാനാണുമ്മ. മൂസാ നബി അലൈഹിസ്സലാം ഞാനാണെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, രണ്ടുപേരും ഒന്ന് പുഞ്ചിരിക്കുകയാണ്. അവർ രണ്ടുപേരും അങ്ങ് മരിച്ചുപോയി. അവർ രണ്ടുപേരും അങ്ങ് മരിച്ചുപോയി. അതാ ഭക്ഷണം തയ്യാറാക്കിയിട്ട് തന്റെ മാതാപിതാക്കൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി അടുക്കളയിൽ നിന്ന് കടന്നു വന്ന പൊന്നുമോര് അടുത്ത് വന്ന് മാതാപിതാക്കളെ വിളിക്കുമ്പോ രണ്ടുപേരും അനങ്ങുന്നില്ല. മൂസാ നബി പറഞ്ഞു, വിളിക്കണ്ട മോര്, അവര് രണ്ടുപേരും മരിച്ചുപോയി. എന്റെ മാതാപിതാക്കൾ രണ്ടുപേരും അവരൽപ്പം മുമ്പ് മരിച്ചുപോയി. ആ പൊന്നുമോൻ പറഞ്ഞു, ഒരിക്കലും എന്റെ മാതാപിതാക്കള് മരിക്കൂല, എന്റെ വാപ്പയും ഉമ്മയും മരിക്കൂല, എന്റെ വാപ്പയും ഉമ്മയും മരിക്കൂല. ഈ പിഞ്ചുമോൻ ഇവിടെ മാതാപിതാക്കളുടെ മഹത്വം പറഞ്ഞപ്പോ ഉമ്മാന്റെ വിലയും വാപ്പയുടെ വിലയും ഈ പൊന്നുമോൻ ഇവിടെ പ്രസംഗിക്കുന്നത് കേട്ടവരാ. മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കളെ, ആ പൊന്നുമോൻ പറഞ്ഞു, എന്റെ വാപ്പയും ഉമ്മയും മരിക്കൂല. കാരണമെന്ത്? മൂസാ നബി ചോദിച്ച കാരണമെന്ത്? അവിടെന്ന് പറയുകയാ, ഞാൻ ഏറ്റവും കൂടുതൽ അല്ലാഹുവിനോട് ദുആ ചെയ്തത് എന്തെന്നറിയുവോ? ഞാൻ അല്ലാഹുവിനോട് എപ്പോഴും ദുആ ചെയ്യുന്നത് എന്തെന്നറിയുവോ? അല്ലാ, എന്റെ മാതാപിതാക്കള് മരിക്കുന്നതിന് മുമ്പ് മൂസാ നബിയെ കാണിച്ചു കൊടുക്കണേ അല്ലാ. മൂസാ നബിയെ കാണിച്ചു കൊടുക്കാതെ എന്റെ ഉമ്മാനെയും വാപ്പാനെയും മരിപ്പിക്കല്ലേ റബ്ബേ. അങ്ങനെയാണ് ഞാൻ ദുആ ചെയ്യുന്നത്. മൂസാ നബിയെ കാണാതെ എന്റെ ഉമ്മയും വാപ്പയും മരിക്കില്ല എന്ന് പറയുമ്പോ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു, മോനെ, ഞാനാണടാ മൂസാ നബി, ഞാനാണടാ മൂസാ നബി. ഈ ചെറുപ്പക്കാരനാണ് നാളെ മൂസാ നബിയുടെ കൂട്ടുകാരൻ എന്ന് പ്രവാചകൻ പറയുമ്പോ പരിശുദ്ധമായ ശഅബാൻ മാസത്തിനെ ബഹുമാനിക്കുന്ന എന്റെ പ്രിയപ്പെട്ട യുവത്വേ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നീ നാളെ സ്വർഗത്തിൽ ആരുടെ കൂട്ടുകാരനെന്നറിയുവോ? പാതിരാത്രി ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരാ, ഈ പുണ്യമായ മാസത്തിനെ ബഹുമാനിച്ച, ഈ മാസത്തിനെ ആദരിച്ച നീ സ്വർഗത്തിൽ ആരുടെ കൂട്ടുകാരനെന്നറിയുവോ? മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം
ഏറ്റവും കൂടുതൽ അല്ലാഹു സൗന്ദര്യം കൊടുത്ത യൂസുഫ് നബി ഉണ്ടല്ലോ, സുലൈഖ എന്ന പെണ്ണിന്റെ കൊട്ടാരത്തില് അതാ യൂസുഫ് നബി നടന്നു പോകുമ്പോ കയ്യിൽ ആപ്പിൾ മുറിച്ചു കൊണ്ടിരുന്ന പെണ്ണുങ്ങളെ യൂസുഫ് നബിയുടെ സൗന്ദര്യം കണ്ടിട്ട് കയ്യിലിരുന്ന കത്തികൊണ്ട് തന്റെ വിരൽ പോലും മുറിച്ചു മാറ്റിയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ പരിശുദ്ധമായ ശഅബാനിനെ സ്നേഹിക്കുന്നവര്, ബഹുമാനിക്കുന്നവര്, മഹത്വം നൽകുന്നവര്, നാളെ നീ യൂസുഫ് നബിയുടെ കൂട്ടുകാരനാ. അഞ്ചാമത്തെ പ്രതിഫലമാണ്. ആറാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? ആറാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം അറിയുവോ? ഈ മാസത്തിനെ ബഹുമാനിച്ചാൽ, ഈ മാസത്തിനെ ആദരിച്ച അല്ലാഹു നിങ്ങൾക്ക് തരുന്ന ആറാമത്തെ പ്രതിഫലം മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ അയ്യൂബ് നബി അലൈഹിസ്സലാം, അവിടെ അല്ലാഹു ഒരുപാട് മാരക രോഗം കൊടുത്ത് പരീക്ഷിച്ച പ്രവാചകനാ. 18 കൊല്ലം മാരക രോഗവും പിടിച്ച് നടന്നിട്ട് ഒരിക്കൽ പോലും അല്ലാഹുവിനോട് ഈ രോഗമെന്ന് ശിഫയാക്കി തായെന്ന് ദുആ ചെയ്യാത്ത അയ്യൂബ് നബിയുടെ പ്രതിഫലമാണ്, ദാവൂദ് നബിയുടെ പ്രതിഫലമാണ്. അയ്യൂബ് നബിയുടെയും ദാവൂദ് നബിയുടെയും പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഏഴാമത്തെ പ്രതിഫലം അല്ലാഹനെ കാണലാ. 14 രാവിലെ ചന്ദ്രനെ കാണുന്നത് പോലെ നിന്നെ പടച്ച റബ്ബിനെ നിനക്ക് കാണണോ? വജൂഹു യൗമഇദിൻ നാദിറാ ഇലാ റബ്ബിഹാ നാദിറാ. 14 രാവിലെ ചന്ദ്രനെ കാണുന്നത് പോലെ നിന്നെ പടച്ച റബ്ബിനെ നിനക്ക് കാണണോ? ഈ പരിശുദ്ധമായ മാസത്തിനെ ബഹുമാനിച്ച നിനക്കതിന് കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, തങ്ങള് നിന്റെ ഉമ്മയുണ്ടല്ലോ, നീ നിന്റെ ഉമ്മാനെ ഒന്ന് ഓർത്ത് നോക്ക്. റജബ് മാസം കടന്നു വന്നപ്പോഴേ വീടും പരിസരവും വൃത്തിയാക്കിയ ഉമ്മയുടെ മകളല്ലേ നീ? പഠിച്ചവര് റജബ് കടന്നു വരുമ്പോ, ശഅബാൻ ആദ്യമാകുമ്പോ ഉമ്മ വീടും പരിസരം മുഴുവനും വൃത്തിയാക്കുകയാണ്. എന്തിനാ ഉമ്മ? മോളെ റമളാൻ വരുന്നു, മോളെ റമളാൻ വരുന്നു. പണ്ടൊക്കെ ഉമ്മമാര് വീടും പരിസരവും വൃത്തിയാക്കുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു. ഇന്ന് വീടും പരിസരവും പോയിട്ട് മനസ്സുപോലും ശുദ്ധമാകാത്ത മുസ്ലിമേ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, സ്വർഗം കാത്തിരിക്കുന്നതാരെയും അറിയുവോ? ഇതുപോലെ മനസ്സും ശരീരവും ശുദ്ധമാക്കി അതാ റമളാൻ വരികയാണ്. 2 മാസം അല്ലാഹുവിനോട് ദുആ ചെയ്തു കാത്തിരുന്ന ആ റമളാൻ കടന്നു വരികയോ, എങ്ങനെയാ സ്വീകരിക്കേണ്ടത്? റമളാനിനെ എങ്ങനെയാ സ്വീകരിക്കേണ്ടത്? ടിവിക്കകത്ത് വാർത്തക്കകത്ത് നാളെ റമളാൻ എന്നാണെന്ന് പറയുമ്പോഴല്ല, പള്ളിയിൽ വിളിച്ചു പറയുമ്പോഴല്ല, എങ്ങനെയാണ് റമളാനിനെ സ്വീകരിക്കേണ്ടത്? റമളാനിലെ 1-ാമത്തെ രാത്രിക്ക് വല്ലാത്ത പ്രതിഫലമോ, റമളാനിന്റെ 1-ാമത്തെ രാത്രിക്ക് വല്ലാത്ത പ്രതിഫലമാ. നാളെ പടച്ചവനെ നോമ്പ് 1 തറാവിയുണ്ടോ ഇല്ലയോ അറിയേണ്ടത് ടിവി നോക്കിയിട്ടല്ല. അള്ളാന്റെ പള്ളിക്കകത്ത് മഗ്രിബ് നമസ്കാരം കഴിഞ്ഞു, ഇശായിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് പള്ളിയിൽ പോയിരിക്കണം ചെറുപ്പക്കാരാ. കാരണം 2 മാസമായി കാത്തിരുന്ന അതിഥി വരികയാണ്. 2 മാസം കാത്തിരുന്ന അതിഥി കടന്നു വരികയാ. പെങ്ങള് നിസ്കാര പായ്ക്കകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് പള്ളിയിൽ പറയുന്നത്, ഇന്ന് തറാവിയുണ്ട്, നാളെ റമളാനും. കേൾക്കേണ്ട താമസമുണ്ടല്ലോ, കേൾക്കേണ്ട താമസമുണ്ടല്ലോ. വിളിച്ചു പറയണം അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. കാരണം
ഗാനം അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ. അല്ലാഹുവേ റജബിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ, ശഅബാനിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ, റമളാനിൽ എന്നെ എത്തിക്കണേ അല്ലാ എന്ന് ദുആ ചെയ്ത അനുഗ്രഹങ്ങളുടെ പൂക്കാലമായ ആ റമളാൻ മാസം ഇങ്ങനെ കടന്നു വന്നു എന്നറിയുമ്പോ ആ സന്തോഷത്തില് അൽഹംദുലില്ലാഹ് പറഞ്ഞിട്ട് സുജൂദിൽ വീഴണം, അല്ലാഹുവിന് ശുക്ർ ചെയ്യണം, അല്ലാഹുവിന് ശുക്ർ ചെയ്യണം. നീ സുജൂദിൽ വീണാ നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു ഭൂമിയിലേക്ക് നോക്കുകയാ, ആരാണ് റമളാനിനെ സ്വീകരിച്ചത്, ആരാണ് റമളാനിനെ സ്വീകരിച്ചത്? അല്ലാഹു ഭൂമിയിലേക്ക് നോക്കുകയാ. ആ നോട്ടമെങ്ങാനും നിനക്ക് കിട്ടിയാ ലം യുഅസിബുഹു അബദാ. ആരാണ് റമളാനിനെ സ്വീകരിച്ചത്, ആരാണ് ബഹുമാനിച്ചത്, ആരാണ് പവിത്രത നൽകിയത്? അല്ലാഹു നോക്കുകയാണ്. പെങ്ങളെ, ആ നോട്ടം നിസ്കാരപ്പായിലിരിക്കുന്ന നിന്റെ മുഖത്തേക്ക് നോക്കിയാ പിന്നെ ലം യുഅസിബുഹു അബദാ, പിന്നെ ഒരു കാലത്തും നിന്നെ അല്ലാഹു ശിക്ഷിക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പിന്നെ ഒരിക്കലും അല്ലാഹു നിന്നെ ശിക്ഷിക്കൂല. എന്റെ പ്രിയമുള്ളവരെ, അത് റമളാനിന്റെ ഒന്നാമത്തെ രാത്രിയുടെ മഹത്വമാ. ഇതുപോലെ റമളാനിനെ സ്വീകരിച്ചു, മനസ്സും ശരീരവും ശുദ്ധമാക്കി, റമളാനിനെ നിസ്കാരപ്പായിലിരുന്ന് സ്വീകരിച്ചു, എന്നിട്ട് തറാവീഹ് നിസ്കരിച്ചു, എന്നിട്ട് റമളാനിന്റെ ഒന്നാമത്തെ നോമ്പിന് നിയ്യത്ത് വെച്ചു, എന്നിട്ട് റമളാനിന്റെ പകല് നോമ്പ് പിടിച്ചോ, നിന്നെയാണ് കാത്തിരിക്കുന്നത്. സ്വർഗത്തിന്റെ കവാടങ്ങൾ മുഴുവനും തുറന്നിട്ടു, സ്വർഗം അല്ലാഹുവേ മലക്കുകൾ അലങ്കരിച്ചിട്ടു, അല്ലാഹുവിന്റെ സ്വർഗം ദുആ ചെയ്യുന്നു, അല്ലാ ആ മനുഷ്യന് എനിക്ക് തരണേ അല്ലാ, ആ പെണ്ണിനെ എനിക്ക് തരണേ അല്ലാ, അവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ എന്ന് സ്വർഗം ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാതെ റമളാൻ ഒന്നിട നാളെ നോമ്പ, എല്ലാരും പിടിക്കണല്ലോ ഞാനും പിടിക്കാം, പള്ളിയിൽ കയറാം, നിനക്ക് ഈ പ്രതിഫലം കിട്ടുമെന്ന് തോന്നുന്നില്ല. റമളാനിനെ സ്വീകരിക്കണമെങ്കിൽ എന്തിനാ 2 മാസം മുമ്പേ ദുആ ചെയ്യണം? റമളാൻ മാസം നോമ്പ് പിടിച്ചാ പോരെ? എന്തിനാ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ ദുആ ചെയ്യേണ്ട കാര്യം? എടാ, ഈ വരുന്ന മാസം സാധാരണ മാസമല്ല. നീ നിന്റെ മനസ്സിന് പറഞ്ഞു പഠിപ്പിക്കുക, നിന്റെ ശരീരത്തിനും നഫ്സിനും പറഞ്ഞു പഠിപ്പിക്കുക, നന്നാകടാ, ഒരുപാട് അമലുകൾ ചെയ്യടാ, ദുസ്വഭാവങ്ങളൊക്കെ മാറ്റടാ, റമളാനാ വരുന്നത് എന്ന് പറഞ്ഞു പഠിക്കാൻ വേണ്ടിയാ. ഇങ്ങനെ പറഞ്ഞു പഠിച്ചു നന്നായിട്ട് വേണം റമളാനിനെ സ്വീകരിക്കാൻ. അത് റമളാൻ നാളെ തറാവി ഉണ്ടോ, പള്ളി വിളിച്ചു പറയുമ്പോഴേ നീ പള്ളിക്കകത്ത് പോയിരിക്കണം. നിന്റെ വീട്ടിൽ ആരെങ്കിലും വിരുന്നിന് വന്നാ കവാടത്തിൽ നോക്കി നിൽക്കൂലേ? നിന്റെ വീട്ടിൽ ആരെങ്കിലും കാനടിക്കാൻ വന്നാ ഒരുങ്ങിക്കെട്ടി വീടിന്റെ മുന്നിൽ നിൽക്കത്തില്ല, ഭക്ഷണമൊക്കെ തയ്യാറാക്കി. 2 മാസം നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന റമളാൻ വരുമ്പോ നീ വീട്ടിലല്ല പള്ളിക്കകത്ത് പോയിരിക്കണം. പള്ളിയിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കണം. ഉസ്താദേ തറാവി ഉണ്ടോ, നാളെ നോമ്പാണോ ചോദിച്ചോണ്ട്, അല്ലാതെ TV ഓണാക്കി വെച്ചിട്ട് നിന്റെ വീട്ടിൽ ശൈത്താൻ പട്ടിയുടെ മുന്നിലല്ല ഇരിക്കണ്ടേ. ശൈത്താൻ പട്ടിയുടെ മുന്നിൽ പെറ്റിയടക്കല്ലേ വേണ്ടേ? പള്ളി വിളിച്ചു പറയണോ? റോഡിന്റെ സൈഡിൽ ഇരുന്നിട്ട് വല്ലവന്റെ തിന്നോണ്ടിരിക്കുക, പച്ചയിറച്ചി തിന്നിട്ട് ഇങ്ങനെ വിളിച്ചു പറയണേ കാത്തിരിക്കുക, അങ്ങനെയല്ല ഇരിക്കണ്ടേ. അങ്ങനെ ഇരുന്നാൽ നിനക്ക് ശാപം കിട്ടും. നീ അള്ളാന്റെ പള്ളിക്കകത്ത് പോയിരിക്ക്, നിസ്കരിക്കുന്നതിന് മുമ്പ് പള്ളിയിൽ പോയിരിക്കണം. അപ്പോഴാ വിളിച്ചു പറയണത് നാളെ റമളാൻ ഒന്നാ, അൽഹംദുലില്ലാ 2 മാസം കാത്തിരുന്ന റമളാൻ വന്നല്ലോ, എനിക്ക് നീ ആയുസ് തന്നല്ലോ പടച്ചവനെ. സുജൂദിലേക്ക് വീഴ്, അള്ളാഹു ഭൂമിയിലേക്ക് നോക്കും, കരുണയുടെ നോട്ടം. ആ നോട്ടം കാണാൻ പൊന്നുമക്കളെ കിട്ടിയ അല്ലാഹുവേ ലം യുഅസിബുഹു അബദ, പിന്നെ ഒരു കാലത്തും അല്ലാഹു നിന്നെ ശിക്ഷിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇതുപോലെ വേണം റമളാനിനെ സ്വീകരിക്കാൻ. ഇങ്ങനെ സ്വീകരിച്ചിട്ട് നോമ്പ് പിടിച്ച നീ അള്ളാഹിനോട് സ്വർഗം ചോദിക്കണ്ട, സ്വർഗം തന്നെ നിന്നെ കിട്ടാൻ ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ സ്വർഗം വിളിക്കുന്ന ഒന്നാമത്തെ വിഭാഗം അതാണ്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂല് ദുആ ചെയ്തു, ആർക്ക് ബർക്കത്ത് കിട്ടാൻ? ഒരു വാപ്പയ്ക്ക്. അള്ളാഹു ആ വാപ്പമാരിൽ എന്നെയും നിങ്ങളെയും പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ വാപ്പമാരിൽ എന്നെയും നിങ്ങളെയും പെടുത്തുമാറാകട്ടെ. ഏത് വാപ്പയെന്നറിയോ?
തന്റെ മക്കളെ നന്നാക്കുന്നതിന് വേണ്ടി വീട്ടിൽ ഒരു വടി വെട്ടി വെച്ചിട്ടുള്ള വാപ്പയ്ക്കാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏത് വാപ്പയ്ക്ക്? നിങ്ങൾ പറയണം, ഏത് വാപ്പയ്ക്ക്? തന്റെ മക്കളെ നന്നാക്കാൻ വേണ്ടി, കുരുത്തക്കേട് കാണിക്കുമ്പോ തല്ലാൻ വേണ്ടി, അവനെ തല്ലി നന്നാക്കുന്നതിന് വേണ്ടി വീട്ടിൽ ഒരു വടി എടുത്തു വെച്ചിരിക്കുന്ന വാപ്പ. അള്ളാഹു നമ്മൾ ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഒരു വടി നിങ്ങളുടെ വീട്ടിലുണ്ടോ? സ്വന്തം മക്കളെ തല്ലി നന്നാക്കാൻ വേണ്ടി വീട്ടിൽ വടിയെടുത്ത് വെച്ചിട്ടുള്ള വാപ്പമാരൊന്ന് കൈവക്കിക്ക്. കാണാനുള്ള കൊതി കണ്ട. അല്ലാഹു അലം. നിങ്ങൾക്കൊക്കെ തരേണ്ട സമയത്ത് നിങ്ങളുടെ വാപ്പ തന്നു വളർത്തിയത് കൊണ്ട് ഇവിടെ വന്നിരിക്കുന്നു. നിന്റെ മക്കളെ തല്ലാത്തത് കൊണ്ട് ഇപ്പൊ എവിടെ ആലോചിക്കേ? നിങ്ങളുടെ വാപ്പ തല്ലണ്ട സമയത്ത് തല്ലി വളർത്തിയത് കൊണ്ട് നിങ്ങൾ സ്വർഗത്തിയിരിക്കുന്നു. നിങ്ങളുടെ മക്കൾ എവിടെ? ഇപ്പൊ നിങ്ങളുടെ മക്കൾ എവിടെ ആയിരിക്കണേ? ടിവിയുടെ ഫ്രണ്ടിലായിരിക്കും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തേ വാപ്പ നീ ഇങ്ങനെ ആയിപ്പോയെ? എന്തേ ഉപ്പ നീ ഇങ്ങനെ ആയിപ്പോയെ? അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അതെങ്ങനാ ഉസ്താദേ? ഉസ്താദേ, ഇന്നത്തെ മക്കള് ആദിവാസികളോ തോറ്റുപോകും. മുടിയണ്ട. കാട്ടിൽ വസിക്കുന്നവര് പോലും തോറ്റുപോകും. പറവകളെ പോലെ മുടിയും പറത്തിയിട്ടിട്ട് ഇങ്ങനെ നടക്കാ. അല്ലാഹു അലം. അക്ക ഇങ്ങനെ പള്ളിയുടെ മുന്നിൽ ഇരിക്കും. അത് ആരുടെ മോനടാ? അത് അബൂബക്കറിന്റെ. അല്ലാഹ്, ഈ കോലത്തിലോ പടച്ചനെ? എന്ത് മനുഷ്യന്മാര്! ഉസ്താദേ, ഞാൻ പറഞ്ഞ കേക്കത്തില്ല ഉസ്താദേ. ആരാ പറയണത്? ആപ്പ. എത്ര വയസ്സുണ്ടവന്? 15 വയസ്സിന്റെ താഴെ, 18 വയസ്സിന്റെ താഴെ. നേരെ പ്രായപൂർത്തിയായിട്ട് പോലും ഇല്ല. ആ മകനാ വിവാഹം കഴിച്ചതിന് ശേഷമുള്ള മകന്റെ കഥയല്ല പറയണേ. വിവാഹപ്രായം എത്തിയിട്ട് പോലും ഇല്ല. സ്കൂളിൽ പഠിക്കുന്ന 10ാം ക്ലാസ്സിൽ +1 പഠിക്കുന്ന മകന്റെ മുടിയുടെ കോലം കാണുമ്പോ വാപ്പാനോടിച്ച വാപ്പ പറയാ, ഞാൻ പറഞ്ഞാ കേൾക്കൂല. ഉമ്മായോ? അല്ലാ പടച്ചോനെ ഉസ്താദെ, ഞാൻ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഉസ്താദെ, കേൾക്കൂല ഉസ്താദെ. ഇതവസ്ഥ. ആരാ പറഞ്ഞാ കേൾക്കൂല എന്ന്? ആദ്യം തല്ലേണ്ടത് നിങ്ങളെ, ആ മനുഷ്യന്മാരെ, അല്ലാതെ മക്കളെയല്ല. ആദ്യം നിങ്ങളെ തല്ലണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. മക്കള് മുടി വെട്ടാൻ പൈസ കൊടുത്തുവിടും. അങ്ങോട്ട് പോകും. പട്ടി കടിച്ചതുപോലെ ചിലതിന്റെയൊക്കെ മുടി 4 സൈഡിൽ നിന്ന് കടിച്ച പോലെ വെച്ചിട്ട് ഇങ്ങനെ വീട്ടിൽ കയറി വരും. മക്കൾക്കൊരു കാര്യം അറിയാം, എന്റെ ഉമ്മായും വാപ്പായും കുറച്ചു നേരം വഴുതു പറയുമെന്നറിയാം. മുടിയും കെട്ടിയിട്ട് ഇങ്ങോട്ട് വരുമ്പത്തേക്ക് ഉമ്മ കടന്ന് തുള്ളും. എന്തൊരു വെട്ടാടാ, അങ്ങനാടാ ഇങ്ങനാടാ, വാപ്പ വരട്ടടാ, നിന്നെ കുത്തും വെട്ടും കുത്തുറാത്തിയൊക്കെ നടത്തി ഇതുപോലെ 4 പ്രാവശ്യം ഇങ്ങനെ കിടന്ന് തുള്ളും. ഒരു ഉമ്മ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഉമ്മ വഴുതു പറയും. കുറച്ച് കഴിയുമ്പത്തേക്ക് നീ പറഞ്ഞാ കേൾക്കണ്ടടാ, ഇങ്ങനെ നടന്നു എന്ന് പറഞ്ഞ് ഉമ്മയുടെ വഴലങ്ങ് അവസാനിപ്പിക്കും. ഇത് മക്കൾക്ക് അറിയാം. ഇത് കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം. ഉമ്മ കുറച്ചു നേരം തുള്ളു, അത് കഴിഞ്ഞ് നിർത്തുമെന്ന്. എന്നാ തന്റെ മക്കൾ ഈ കോലത്തിൽ കയറി വരുമ്പോടാ, ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ മുടി വെട്ടിയില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഏകദേശം ധൈര്യമുള്ള പേടിയുള്ള മക്കളൊക്കെ വെട്ടിയിരിക്കും. ഇനി വെട്ടിയില്ല എങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? ഒരു നല്ല വഴി ഞാൻ പറഞ്ഞുതരാം. ഇതുപോലെയുള്ള ആണും പെണ്ണും കെട്ടിട്ട് 9നെ പോലെ ജീവിക്കണ മക്കളുണ്ടല്ലോ. ഒന്നീ ആണാകണം അല്ലെങ്കിൽ പെണ്ണ, ഇത് രണ്ടുമല്ല. ഇങ്ങനെ ജീവിക്കണ മക്കൾ വീട്ടിൽ ഉണ്ടെങ്കിൽ ഉമ്മായും വാപ്പാനോടും ഞാൻ പറയാ, രാത്രി വീട്ടിൽ വന്ന് കിടക്കുമ്പോ നീ കത്രിക എടുത്തോണ്ട് അങ്ങോട്ട് കയറണം. കത്രികയും എടുത്തങ്ങോട്ട് കയറിയിട്ട് നല്ല രീതിയിൽ നീ അങ്ങ് വെട്ടണം. അവിടെ ഇവിടെയും പട്ടി കടിക്കണ പോലെ, എലി ചുരണ്ടണ പോലെ 4 വെട്ടങ്ങ് വെട്ടണം. കത്രിക എടുത്ത് 4 ഭാഗത്ത് ഓരോ വെട്ടങ്ങ് വെട്ടണം. പിറ്റേ ദിവസം രാവിലെ സുബഹിക്ക് ഇവൻ അങ്ങോട്ട് എഴുന്നേക്കും. ഇവൻ റൂമിനകത്ത് നിന്ന് വഴുതു പറയും. ആര് പറയും? വാപ്പായും മായും പറയണ്ട, അവൻ പറയും. കുറച്ചു നേരം നിന്ന് തുള്ളും. എന്നെ തല്ലത്തൊന്നുമില്ലല്ലോ, എന്തായാലും വാപ്പ നിന്നെ തല്ലൂലല്ലോ, ഉമ്മ നിന്നെ തല്ലൂലല്ലോ. നിന്റെ മോൻ അവൻ പഴുതു പറയും. കുറെ നേരം കിടന്ന് ഇങ്ങനെ പറയും. എന്നിട്ട് കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട്, അല്ലാ ഇനി എന്താ ചെയ്യാ? പഠിക്കുക. നിങ്ങൾ ആരെങ്കിലും ഒരു പ്രാവശ്യം ചെയ്തു നോക്ക്, പിന്നെ അവൻ അങ്ങനെ ചെയ്യൂല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇല്ല, നീ ചിരിച്ചോ അല്ലെങ്കിൽ ചിരിച്ചോണ്ട് തന്നെ ഇരുന്നോ, എപ്പോഴും ചിരിക്കാനേ പറ്റൂ. ഇപ്പൊ നീ ചിരിക്കുന്നത് കുറച്ച് കഴിയുമ്പോ കരയാനാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ആ പൊന്നുമോൻ തന്നെ പറഞ്ഞിട്ടില്ലേ, സ്വന്തം അമ്മയുടെ കഴുത്തില് ഷാളിട്ടിട്ട് മുറുക്കിയിട്ട് കൊല്ല. അമ്മ ചാവണില്ല, നെഞ്ചത്ത് കയറി ചവിട്ടിയിട്ടാ കൊന്നേ. എത്ര മക്കൾ എന്റെ പ്രിയപ്പെട്ടവരെ. ഈ അടുത്തല്ലേ തലശ്ശേരി ഭാഗത്ത്, കണ്ണൂര് ഭാഗത്ത് അച്ഛനും അമ്മയ്ക്കും 2 കുഞ്ഞുങ്ങൾക്കും നല്ല വിഷം വാങ്ങിക്കൊടുത്തിട്ട് മക്കൾ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയാ, മക്കൾക്ക് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം കേട്ടാ. നന്നാക്കിക്കോ. ഇന്ന് നീ നിന്റെ മക്കളെ നന്നാക്കിയില്ലെങ്കിൽ കാലാകാലം നിനക്ക് ഖബറിന്റെ അകത്ത് പോയാലും സമാധാനം കിട്ടൂല, അവിടെയും കിടന്ന് കരയേണ്ടി വരും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.
അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് തിരിച്ചു പോകുമ്പോൾ പൈസ കൊടുത്ത് കമ്പ് വാങ്ങണമെന്നൊന്നും ഞാൻ പറയൂല. റോഡിന്റെ ചാരത്ത് ഇത്രയോ നിൽക്കുന്നത് ഗവൺമെന്റിന്റെ അല്ലേ, എന്തായാലും നീ എന്തായാലും പൈസ അടക്കണല്ലേ, ഒരെണ്ണം ഒടിച്ച് വീട്ടിൽ കൊണ്ടുവെക്ക്, അങ്ങനെയെങ്കിലും വീട്ടിൽ ബർക്കത്ത് കയറട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. 2, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അള്ളാഹുവിന്റെ സ്വർഗ്ഗം കാത്തിരുന്ന് ദുആ ചെയ്ത് കാത്തിരിക്കുന്ന രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയുവോ? യാ സഹാബാ മുതഇമുൽ ജിആർ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരാ. ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്ത പാവപ്പെട്ടവരുണ്ടല്ലോ, ആ പാവങ്ങൾക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കുന്നവരുണ്ടല്ലോ, പാവങ്ങളെ സഹായിക്കുന്നവരുണ്ടല്ലോ, യതീമീങ്ങളെ സഹായിക്കുന്നവരുണ്ടല്ലോ, രോഗികളെ സഹായിക്കുന്നവരുണ്ടല്ലോ. അവരെ നാളെ പടച്ചറപ്പിന്റെ സ്വർഗം അവരെ കിട്ടാൻ വേണ്ടി ദുആ ചെയ്ത് കാത്തിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ റമളാൻ കടന്നു വരികയാണ്. പടച്ചവരെ, ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്ത എത്രയോ പാവങ്ങളുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, റമളാൻ മാസം നോമ്പ് തുറക്കുന്ന സമയമെത്തുമ്പോ അല്ലാഹ് നമ്മുടെ വീടിന്റെ മുന്നിൽ, നമ്മുടെ ഡൈനിങ് ടേബിളിൽ എത്രയോ സുഭിക്ഷമായ ഭക്ഷണങ്ങളാ, ഏതെല്ലാം മോഡലിലുള്ള ഭക്ഷണങ്ങളാണ്. പടച്ചവനെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി ഇരുന്നതിന് പ്രതികാരം ചെയ്യുന്നത് പോലെയാ. പടച്ചവരെ, സുബഹി മുതൽ മഗ്രിബ് വരെ പട്ടിണി ഇരുന്നതിന്റെ പ്രതികാരം ചെയ്യുന്നത് പോലെ അല്ലാഹുവേ, നോമ്പ് തുറക്കുന്ന സമയത്ത് തിന്നുന്നതിന് വേണ്ടി നിരത്തി വെക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നിന്റെ വീടിന്റെ പരിസരത്ത് ഒരു കാരക്കയും പച്ചവെള്ളവും കയ്യിൽ വെച്ചിട്ടല്ലാ എന്റെ പൊന്നാര മക്കൾക്ക് കൊടുക്കാൻ പടച്ചവരെ ഒരൽപ്പം നല്ല ഭക്ഷണം വെച്ച് കൊടുക്കാനില്ലല്ലോ തമ്പുരാര് എന്നോർത്തുകൊണ്ട് കരയുന്ന എത്രയോ പാവങ്ങളുണ്ട്. ഇത് പറയുമ്പോ നിങ്ങൾ പറയും, സിറാജ് ഉസ്താദേ, ഇങ്ങനത്തെ പാവങ്ങളൊന്നും ഈ നാട്ടിലില്ല. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, കൊട്ടാരം പോലെ ഒരു വീട് പണിതിട്ട്, സെൻട്രൽ ജയിലിന്റെ മതില് പോലെ ഒരു മതിലും ഇട്ടിട്ട്, നീ ആ വീടിന്റെ അകത്തിരുന്നിങ്ങനെ സുഖിക്കുമ്പോ നിന്റെ വീടിന്റെ പരിസരത്തുള്ളവരെ നിനക്ക് തിരിച്ചറിയൂല. നീ കണ്ണു തുറന്നു നോക്കാത്തത് കൊണ്ടാ, ചിലപ്പോൾ നിന്റെ കുടുംബത്തിൽ തന്നെ കാണാ, ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ കാണാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, റമളാനാണ് വരുന്നത്, നീ തേടി പോകണം. പലരും ചിരിക്കുന്ന മുഖത്തോടെ നല്ല വസ്ത്രം ധരിച്ച് നടക്കുന്നുണ്ട്, പക്ഷേ വയറിന്റെ ഉള്ളിലൊന്നും ഉണ്ടാകില്ല. പട്ടിണിയാണെങ്കിലും അവർ ചിരിച്ചു കാണിക്കും. കാരണം മറ്റുള്ളവന്റെ മുന്നിൽ വന്ന് കൈനീട്ടാനുള്ള ഗതികേടില്ലാത്തത് കൊണ്ടാ, എന്നിട്ട് കൈനീട്ടാൻ വയ്യാത്തത് കൊണ്ടാ. അഭിമാനം ശതം വരണ്ട എന്ന് കരുതിയട്ടാ നീ തേടിയിട്ട് പോകണം. ആരും പബ്ലിസിറ്റി വേണ്ട, നോട്ടീസ് അടിച്ചിറക്കണ്ട, നാട്ടുകാര് കാണണ്ട. നിന്റെ പൊന്നാര മക്കളെയും കയ്യിൽ പിടിച്ചുകൊണ്ട് അല്ലാഹുവേ, റമളാനിന്റെ ഒരു മാസം പടച്ചവരെ സുഭിക്ഷമായി കഴിക്കാറില്ലെങ്കിലും ഒരു കഞ്ഞി വെച്ച് കുടിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു കിറ്റും പിടിച്ചിട്ട് നിന്റെ പൊന്നാര മക്കളുടെ കയ്യിൽ പിടിച്ചിട്ട് നടന്നു പോകണം. എന്തിനെന്നറിയുമോ? അവനും കണ്ടുപഠിക്കാരാ. ആറടി മണ്ണിന്റെ അകത്ത് നീ കിടക്കുമ്പോ വാപ്പ ചെയ്ത നല്ല കാര്യം മക്കളും ചെയ്യുന്നുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ഇതുപോലെ പാവങ്ങളുടെ വീട് തേടി പോയിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കണം, ആ പാവങ്ങളെ സഹായിക്കണം, യതീമീങ്ങളെ സഹായിക്കണം. അല്ലാതെ റമളാൻ കടന്നു വരുമ്പോഴേ ഭാര്യയോട് പറയും, വീട് പൂട്ടിയിട്ടേര്, ഗേറ്റ് പൂട്ടിയിട്ടേര്, പിരിവുകാരുടെ ശല്യവാ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, പലതും ഞാനും നിങ്ങളും മറന്നു പോകുന്നു. വന്ന വഴികളെല്ലാം മറന്നു പോകുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, മുസാഅദയുടെ ചെറുപ്പക്കാര് ചെയ്യുന്നത് ഒരുപാട് നല്ല കാര്യമാ. പടച്ചവരെ,
കഴിഞ്ഞ വർഷം ഞാനിവിടെ വഅദിന് വരുമ്പോ ഒരു പാവപ്പെട്ട പെങ്ങൾക്ക് ഒരു വീട് വെക്കുന്ന പരിപാടിയായിരുന്നു. അന്ന് ആ സദസ്സിൽ ഒരുമിച്ച് കൂടിയ പലരും മനസ്സറിഞ്ഞുകൊണ്ട് സദഖ ചെയ്തു. അല്ലാ, ഇന്നാ പാവപ്പെട്ട പെണ്ണ് മഴ പെയ്യുമ്പോ നനയാതെ വെയിൽ കൊള്ളാതെ AC റൂമല്ലെങ്കിലും പടച്ചവരെ അതാ ഒരു ചെറിയ കുടിലിനകത്ത് കിടന്ന് സമാധാനമായി ഉറങ്ങുകയാ. ആ പെങ്ങളതിനകത്തിരുന്നു കൊണ്ട് നാഥാ, ഈ വീട് കെട്ടുന്നതിന് വേണ്ടി ആരെല്ലാം സഹായിച്ചോ അവർക്ക് നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ. ഒരു ദുആ മതി നിനക്ക് രക്ഷപ്പെടാൻ, ഒരു ദുആ മതി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഒരുപാട് നല്ല കാര്യം ചെയ്യുന്നവരാ സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. ഇല്ല എന്ന് പറയല്ലേ, ഇല്ല എന്ന് പറയല്ലേ. അല്ലാഹു തരുന്ന ഒരേ ഒരു പ്രതിഫലം പറയാ. സംഘാടകർ നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോ എഴുന്നേറ്റ് ഓടേണ്ടവർക്കോടാ, കൈ കെട്ടിയിരിക്കേണ്ടവർക്കിരിക്കാ, ഉറക്കം നടിക്കുന്നവർക്ക് നടിക്കാ, ഇട്ടുകൊടുക്കുന്നവർക്ക് ഇട്ടുകൊടുക്കാ. അല്ലാഹു നിങ്ങൾക്ക് തരുന്ന ഒരേ ഒരു പ്രതിഫലം പറയാ. അസ്സദഖതു റദ്ദുൽ ബലാ. അല്ലാഹു നിനക്ക് എന്തെങ്കിലും തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മാരക രോഗം തരാൻ അല്ലാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, പടച്ചവരെ ആ മാരക രോഗത്തിനെ തട്ടിമാറ്റാൻ ഈ സദഖയ്ക്ക് കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ഈ വഅദ് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിയിൽ എതിരെ വരുന്ന ഒരു വണ്ടിയുമായി കൂട്ടിയിടിച്ച് നിന്റെ കൈകാലുകൾ അറ്റുപോകുന്ന ഒരു ആക്സിഡന്റ് തരാൻ അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ട്. അതിനെ തട്ടിമാറ്റാൻ സദഖയെ കൊണ്ട് കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വിപത്തുകളെ തട്ടിമാറ്റാൻ അതിന് കഴിവുണ്ട്, വിപത്തുകളെ തട്ടിമാറ്റാൻ ഒരു കഴിവുണ്ട്. ഒരു പാവപ്പെട്ട കുടുംബത്തിനൊരു കുടില് കെട്ടിക്കൊടുക്കാരാ, ഒരു പാവപ്പെട്ട കുടുംബത്തിന് കുടില് വെച്ച് കൊടുക്കാരാ. കൊടുക്കാൻ മനസ്സില്ല എന്ന് പറയില്ലേ. നിന്റെ കുടുംബം വിറ്റിട്ട്, നിന്റെ കുടുംബം വിറ്റിട്ട് നിന്നെ ചികിത്സിപ്പിക്കേണ്ട ഒരു രോഗം അല്ലാഹു തരാ കഴിവുണ്ട്. വീടും എല്ലാ വസ്തുക്കളും വിറ്റ് പള്ളിയുടെ മുന്നിൽ പോയിരുന്ന് യാചിക്കേണ്ട ഗതികേട് തരാതിരിക്കാരാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, കൊടുത്തെന്ന് പറഞ്ഞ് ഒരിക്കലും കുറയൂല, കൊടുത്തെന്ന് പറഞ്ഞ് ഒരിക്കലും കുറയൂല. ഈ പാവങ്ങൾ ഒരു പാവപ്പെട്ടവന് വേണ്ടി നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോ അവർക്ക് വേണ്ടിയല്ല, അവരുടെ കുടുംബക്കാർക്ക് വേണ്ടിയല്ല, അവരുടെ സംഘടനയിലുള്ളവർക്ക് വേണ്ടിയല്ല, ഏതോ ഒരു പാവപ്പെട്ടവർക്ക് വേണ്ടിയാ ഇവര് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ ശൈത്താൻ അടുത്ത് വന്നിട്ട് പറയും, കൊടുക്കല്ലേ, കൊടുത്താ കുറഞ്ഞു പോകും, ദാരിദ്ര്യമുണ്ടാകുമെന്നവൻ പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയമുള്ളവരെ, അവന് പറയുന്നത് കള്ളമാണ്, അവന് പറയുന്നത് വെറുതെയാണ്. കൊടുത്താ കിട്ടുന്ന പ്രതിഫലം കൂടുന്നതല്ലാതെ കുറയൂല. അല്ലാഹുവേ, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ വർധനവില്ല, ചലനമുള്ള വെള്ളത്തിലേ വർധനവുള്ളൂ. ഒരു ചരിത്രം പറയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോള് മഹ്ദി ഫാത്തിമ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ അകത്ത് വല്ലാത്ത പട്ടിണിയാണ്, കഴിക്കാൻ ഭക്ഷണമില്ല, എല്ലാവരും പട്ടിണി കിടക്കുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോഡി ഒരു വസ്ത്രമുണ്ടായിരുന്നു, വല്ലാത്ത ഇഷ്ടമായിരുന്നു. ഒരു പുതിയ ഒരു ജോഡി വസ്ത്രമാണ് ഫാത്തിമ ബീവി എടുത്തുകൊണ്ട് വന്ന് അലിയാർ തങ്ങളുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു, അലിയേ, പോയിട്ട് ഇത് വിറ്റിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് ഭക്ഷണം വാങ്ങിയിട്ട് വാലിയേ. അലിയാർ തങ്ങൾ ചോദിക്കുന്നു, ഫാത്തിമ, ഇത് നിനക്കിഷ്ടമുള്ള വസ്ത്രമാണല്ലോ ഫാത്തിമ, അല്ലാഹുവേ, ഇത് വിൽക്കണോ ഫാത്തിമ? വിശപ്പ് സഹിക്കുന്നില്ല അലിയേ, വിശപ്പ് സഹിക്കുന്നില്ല അലിയേ. അലിയാർ തങ്ങൾ കടന്നു പോവുകയാണ്. അതാ പുതുവസ്ത്രവുമായി കടന്നു ചെന്നു, അതാ കൊണ്ടുപോയി വിൽക്കുകയാണ്. 6 ദിർഹമാണ് കൂലി കിട്ടിയത്, 6 ദിർഹമാണ് കൂലി കിട്ടിയത്. അലിയാർ തങ്ങൾ 6 ദിർഹവുമായി ഭക്ഷണം വാങ്ങാ പോകുമ്പോ ഒരു മനുഷ്യൻ ഓടി വന്നിട്ട് പറയുന്നു, അലിയേ,
എന്റെ ഭാര്യയും മക്കളും പട്ടിണിയിലാണ് അലിയേ, തളർന്നു കിടക്കുകയാണ് അലിയേ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായ അലിയേ, മരിച്ചു പോകുമെന്ന് പേടി തോന്നുന്നു അലിയേ, എന്തെങ്കിലും തന്നു സഹായിക്കുക അലിയേ. അലിയാരിതങ്ങളല്ലാ തന്റെ കുടുംബം പട്ടിണിയിലാണ്. അവസാനത്തെ ഒരു ജോഡി വസ്ത്രം കെട്ടിട്ട് കിട്ടിയ പൈസയാണ് കയ്യിലിരിക്കുന്നത്. അലിയാരിതങ്ങളില്ല എന്ന് പറഞ്ഞില്ല, പകുതി കൊടുക്കാമെന്ന് കരുതിയില്ല. കയ്യിലിരിക്കുന്ന 6 ദിർഹമെടുത്ത ആ മനുഷ്യന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു, മനുഷ്യ കൊണ്ടുപോയി വിറ്റിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് ഭക്ഷണം വാങ്ങിക്കൊടുക്കൂ, നിങ്ങളുടെ മക്കൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കൂ. 6 ദിർഹം സദക്ക കൊടുത്തിട്ട് ഒന്നുമില്ലാതെ വെറും കയ്യോടെ തിരിച്ചു തന്റെ വീട്ടിലേക്ക് നടക്കുകയാ. അല്ലാ, ഭാര്യയോട് എന്താ പറയുന്നത്? വെറും കയ്യോടെ അലിയാരിതങ്ങൾ മടങ്ങി വരുമ്പോ ഒരു മനുഷ്യൻ ഒരു ഒട്ടകവുമായി കടന്നു വരികയാ. അലിയാരിതങ്ങളുടെ ചാരത്ത് വന്നിട്ട് ചോദിക്കുന്നു, അലിയേ, ഈ ഒട്ടകത്തിന് വേണോ അലിയേ? 100 ദിർഹം നീ എനിക്ക് തന്നാ മതി, 100 ദിർഹം തന്നാ മതി. അലിയാരിതങ്ങൾ പറഞ്ഞു, എന്റെ കയ്യിൽ 1 രൂപ പോലുമില്ല, 1 ദിർഹം പോലും എന്റെ കയ്യിലില്ല. ആ മനുഷ്യൻ പറഞ്ഞു, ഇപ്പൊ തരണ്ട, കിട്ടുമ്പോ തന്നാ മതി, കടമായിട്ടിരിക്കട്ടെ അലിയേ. അലിയാരിതങ്ങളുടെ കയ്യിലടിച്ചേൽപ്പിക്കുകയാണ്. എന്നിട്ടല്ല മനുഷ്യനങ്ങ് നടന്നുപോയി. അലിയാരിതങ്ങൾക്കൊരു സമാധാനമില്ല. 100 ദിർഹം കടക്കാരനായല്ല അല്ലാ. കുറച്ചങ്ങ് മുന്നോട്ട് നടന്നു കഴിയുമ്പോ രണ്ടാമതൊരു മനുഷ്യന് കടന്നു വരികയാ. അലിയേ, ഒട്ടകത്തിനെ എനിക്ക് തരുവോ അലിയേ? 160 ദിർഹം ഞാൻ നിനക്ക് തരാ. അലിയാര് തങ്ങൾ പറഞ്ഞു, ഞാൻ 100-നാണ് വാങ്ങിയത്. ആ മനുഷ്യൻ പറഞ്ഞു, കുഴപ്പമില്ല, 160 തരാം. കയ്യിൽ കൊടുത്ത് ഒട്ടകത്തെ വാങ്ങി അലിയാര് തങ്ങൾ ഓടുകയാണ്. 100 ദിർഹം ഓടിച്ചെന്നിട്ട് കടം വീട്ടുകയാ. 100 ദിർഹം ഓടിച്ചെന്നിട്ട് കടം വീട്ടുകയാ. 60 ദിർഹം തനിക്ക് ലാഭം കിട്ടി. അലിയാര് തങ്ങൾ കമ്പോളത്തിലേക്ക് ചെന്ന് ഭക്ഷണം വാങ്ങി, സാധനങ്ങൾ വാങ്ങി, വസ്ത്രങ്ങൾ വാങ്ങി. എന്നിട്ട് തന്റെ വീട്ടിലേക്ക് സന്തോഷത്തോടെ കടന്നു ചെല്ലുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചോദിക്കുന്നു, അലിയേ, എന്റെ 1 ജോഡി വസ്ത്രത്തിന് ഇത്ര വലിയ വില കിട്ടിയോ അലിയേ? അതാ അലിയാര് തങ്ങൾ നടന്നത് മുഴുവനും പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ? ഫാത്തിമ, ഫാത്തിമ, എന്റെ ഭാര്യയും മക്കളും പട്ടിണി കിടന്നപ്പോ എന്റെ കയ്യിലിരുന്ന 6 ദിർഹം ഒരു പാവപ്പെട്ട കുടുംബത്തിന് സദക്ക കൊടുത്തപ്പോ ഒന്നിനു പകരം അല്ലാഹു 10 തന്നു. ഒന്നിനു പകരം അല്ലാഹു 10 തന്നു. 6-ന് പകരം 60 തന്നു ഫാത്തിമ. 6-ന് പകരം അല്ലാഹു 60 കൊടുത്തു. ആരാ ഒട്ടകത്തെ വിറ്റത്? ആരാണ് ഒട്ടകത്തെ വിറ്റത്? മുഖറബുൽ അംലാക്ക് മലക്കു ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാമാണ് ഒട്ടകത്തെ വിറ്റത്. വാങ്ങിയതാരാ? മീകായിൽ അലൈഹിസ്സലാം. ചരിത്രം അവിടെന്ന് പറഞ്ഞു തരുമ്പോ കൊടുത്തെന്ന് പറഞ്ഞു കുറയൂല, കൊടുത്തെന്ന് പറഞ്ഞു കുറയൂല. എന്റെ പ്രിയമുള്ളവര്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നിന്റെ അവസാനം അല്ലാഹു നന്നാക്കി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖയിട്ടോ മരിക്കുന്ന സമയത്ത് നിനക്ക് കാണാ, നിന്റെ മരണസമയത്ത് സക്കറാത്തിന്റെ അവസ്ഥയിൽ കാണാ, ഈ കൊടുക്കുന്ന സദഖയുടെ പ്രതിഫലമായ സ്വർഗ്ഗമുണ്ടല്ലോ. വഅബ്സിറൂ ബിൽ ജന്നാ. ഈ
കൊടുക്കുന്ന സദക്കയുടെ പ്രതിഫലമുണ്ടല്ലോ, ഈ ബക്കറ്റിലിടുന്ന പൈസയുടെ പ്രതിഫലമുണ്ടല്ലോ. വഅബ്സിറൂ ബിൽ ജന്ന, മരിക്കുന്ന സമയത്ത് നിനക്ക് കാണാം മുസ്ലിമേ, മരിക്കുമ്പോ കാണാറുള്ള പ്രതിഫലമോ, ഇതിന്റെ പ്രതിഫലം കണ്ടിട്ടാണ് മരിക്കേണ്ടത്. ഇതിന്റെ പ്രതിഫലം സ്വർഗമാണ്, ഇതിന്റെ പ്രതിഫലം സ്വർഗമാണ്. അല്ലാ, സ്വർഗം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഞാനൊരു പ്രതിഫലം പറഞ്ഞു തരാം. അള്ളാഹു നിങ്ങൾക്ക് തരുന്ന, അള്ളാഹു നമുക്ക് തരുന്ന ഒരു പ്രതിഫലം ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു തരാം. കാരണം ഇന്നത്തെ ദിവസവുമായി നല്ല ബന്ധമുണ്ട്. അള്ളാഹു നമുക്ക് തരുന്ന ഒരു പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു നമുക്ക് ആ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഇന്ന് വല്ലാത്ത സന്തോഷമാണ്, ഞാൻ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ, നാളെ വെള്ളിയാഴ്ച ആയത് കാരണം സഹോദരങ്ങൾ എല്ലാവരും ഒരുമിച്ചു എൻ്റെ പിതാവിന് വേണ്ടി ദുആ ചെയ്തു. ഉസ്താദന്മാരൊക്കെ വന്നു ദുആ ചെയ്തു. എന്നിട്ട് എല്ലാവരും കൂടെ മൂന്നാല് വണ്ടിയിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഞങ്ങളുടെ വാപ്പാനെ കാണാൻ പോയി. മക്കളും കൊച്ചുമക്കളും എല്ലാവരും. ആ നാട്ടുകാരൊക്കെ അത്ഭുതത്തോടെ നോക്കുന്നു. കാരണം പെണ്ണുങ്ങൾ ആണുങ്ങൾ എല്ലാവരും കൂടെ ഞാനിങ്ങനെ എണ്ണി നോക്കി, ഞങ്ങൾ 17 പേരുണ്ടായിരുന്നു. എല്ലാവരുമില്ല മക്കളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞെങ്കിലും അള്ളാഹുവെ 17-18 പേരോളം കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ 18 പേര് ഖബറിന്റെ ചാരത്ത് പോയി ദുആ ചെയ്തപ്പോ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. പടച്ചവനെ, ഈ മനുഷ്യൻ എന്തോ വലിയ കാര്യം ചെയ്തു. വലിയ ആളൊന്നും ആയിരുന്നില്ല, എന്റെ വാപ്പ ഉസ്താദൊന്നും ആയിരുന്നില്ല, അദ്ദേഹം ഒരിക്കലും ഉസ്താദോ വലിയ അറിവുള്ള മനുഷ്യനൊന്നും ആയിരുന്നില്ല, വെറും കൂലിപ്പണിക്കാരനായിരുന്നു, ഒരു മേശരിയായിരുന്നു. പക്ഷെ ആ പാവപ്പെട്ട മനുഷ്യൻ അള്ളാഹു കൊടുത്ത പ്രതിഫലം അത്ഭുതം തോന്നി. ഞങ്ങൾ വലിയ മക്കളെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എന്റെ ജ്യേഷ്ഠന്മാരുടെ മക്കളൊക്കെ ഇരുന്നിട്ട് ആ കബറിന്റെ മുകളിൽ കിളിച്ചു നിൽക്കണ പുല്ലുകളൊക്കെ ഇങ്ങനെ പറക്കിക്കളയുന്ന കണ്ടപ്പം വല്ലാത്ത സന്തോഷം തോന്നി. അള്ളാഹു നമുക്കും അങ്ങനെയുള്ള മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് സുഖമില്ലെങ്കിലും ഞാൻ ഈ സദസ്സിൽ വന്നത് വല്ലാഹി സത്യം എന്റെ വാപ്പയ്ക്ക് വേണ്ടി ദുആ ചെയ്യാനാ. കാരണം ഞങ്ങളുടെ മക്കളിൽ വയലിന് പോകുന്ന ഒരാൾ ഞാനാ. ഏറ്റവും കൂടുതൽ ഉപ്പാന് വേണ്ടി ദുആ ചെയ്യാൻ ഭാഗ്യം കിട്ടി, ഒരുപാട് പേരെ കൊണ്ട് ആമീൻ പറയിപ്പിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു മകനാ. വാപ്പ വല്ലാതെ സന്തോഷിക്കുന്നുണ്ടാകും. ഞങ്ങളൊക്കെ നല്ല നിലയിലായത് കാണാൻ ഒരുപാട് ആഗ്രഹിച്ച മനുഷ്യനാ. പക്ഷേ കാണാൻ അള്ളാഹു വിധി കൊടുത്തില്ല. പക്ഷേ ഖബറിൽ കിടന്ന് ഒരുപാട് സന്തോഷിക്കുന്നു. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ മണ്ണർ അള്ളാഹു മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരേ, ഖദീജ ബീവി എവിടെ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ജിബ്രീൽ എന്ന മലക്ക് വന്നിട്ട് ചോദിക്കുന്നു, ഖദീജ എവിടെ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തേ ജിബ്രീലേ, ഖദീജാനെ തെരയുന്നത് എന്തിനാണ്? ഖദീജാനെ തെരയുന്നത് എന്തിനാണ്? യാ റസൂലല്ലാഹ്, ഖദീജ ബീബി വരുമ്പോ അല്ലാഹു സലാം പറഞ്ഞെന്ന് പറയണേ നബിയേ. അല്ലാഹു സലാം പറഞ്ഞവളാണ് ഖദീജ, അല്ലാഹു സലാം പറഞ്ഞവളാണ് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ. പഠിക്കണം പെങ്ങള്, ഖദീജ ആരാണെന്ന് പഠിക്കണം. ഏതെങ്കിലും ഒരു സിനിമയിൽ പാട്ട് പാടുന്നത് ഖദീജാന്റെ പാട്ട് പാടി എന്ന് പറഞ്ഞ് ഖദീജാനൊന്നും കുറയൂല. ആരാണ് ഖദീജ എന്നറിയോ? 25 കൊല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായി ജീവിച്ചു. 25 വർഷം അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായി ജീവിച്ചു. പ്രവാചകനെക്കാളും ഖദീജാന് വയസ്സു കൂടുതലാ. 65-ാമത്തെ വയസ്സിലാണ് ഖദീജ ബീവി വഫാത്താകുന്നത്. പടച്ചവരെ, 65 വയസ്സായി ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ മരണം അടുത്തു എന്ന് മനസ്സിലായപ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് കടന്നു വന്നു. റസൂലുള്ളാഹിന്റെ കയ്യിൽ പിടിച്ചിട്ട് പെട്ടെന്നൊരിക്കൽ ഖദീജ ബീബി പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, 25 കൊല്ലമായി ഞാൻ നിങ്ങളുടെ കൂടെ കഴിയുന്നു. അങ്ങയുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും ഈ ഖദീജ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ നബിയേ.
ഖദീജ ബീബി പറഞ്ഞങ്ങ് തീരുമ്പോ അള്ളാന്റെ റസൂല് ഖദീജ ബീവിയുടെ വായങ്ങ് പൊത്തിപ്പിടിക്കുകയാ, എന്നിട്ടിരുന്ന് കരയുകയാ. റസൂലുള്ള ഇരുന്ന് കരയുകയാണ്. കണ്ണുനീരിങ്ങനെ താടിരോമത്തിലൂടെ ഒഴുകുകയാണ്. അള്ളാന്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്തിനാ നബിയെ കരയുന്നത്? ഖദീജ, നീ എന്നോട് യാത്ര ചോദിക്കല്ലേ, എന്നോട് യാത്ര പറയല്ലേ, എന്നോട് പൊരുത്തം ചോദിക്കല്ലേ, എനിക്കത് താങ്ങാൻ കഴിയില്ല ഖദീജ. ഭാര്യ പൊരുത്തം ചോദിച്ചപ്പോ, അവിടുന്ന് അവസാന യാത്ര പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ ഇരുന്ന് പൊട്ടി പൊട്ടി കരയുകയാ. വല്ലാതെ കരഞ്ഞുപോയി, വല്ലാതെ കരഞ്ഞുപോയി. കരയുന്നത് ഈ ലോകത്തിന്റെ നേതാവാണ്. അവസാനം അള്ളാഹുവിന്റെ പ്രവാചകന്റെ കണ്ണുനീര് ഖദീജ തുടച്ചു കൊടുക്കുകയാ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അല്ലാഹുവിന്റെ നബിയേ, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് ചില കാര്യം പറയാനുണ്ട് നബിയേ. എന്താണ് ഖദീജ, എന്താണ് ഖദീജ? യാ റസൂലല്ലാഹ്, ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം നബിയേ. ഒരു ഭാര്യയുടെ അഭിലാഷമാണ്, ഒരു ഭാര്യയുടെ അഭിലാഷമാണ്. ഞാൻ മരിച്ചാ നിങ്ങൾ വേണം എന്റെ ജനാസ കുളിപ്പിക്കാ. ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുകയാ. രണ്ടാമത് നബിയേ, ഞാൻ മരിച്ചാ എന്റെ മയ്യത്ത് നിങ്ങൾ പൊതിയണം നബിയേ. എന്റെ ജനാസ പൊതിയേണ്ടത് നിങ്ങളാ, എന്റെ ജനാസ പൊതിയേണ്ടത് നിങ്ങളാ. എന്നിട്ട് പറഞ്ഞത് എന്തെന്നറിയുവോ നബിയേ? എന്റെ മയ്യത്ത് പൊതിയുന്ന സമയത്ത് നമ്മൾ രണ്ടുപേരും പുതച്ചിരുന്ന ഈ പുതപ്പുണ്ടല്ലോ, ഇതെന്റെ കഫൻ തുണിക്കകത്ത് വെക്കണേ നബിയേ. നിങ്ങളുടെ വാസനയുള്ള ഈ പുതപ്പുണ്ടല്ലോ, എന്റെ കഫൻ തുണിക്കകത്ത് വെച്ച് പൊതിയണേ നബിയേ. മൂന്നാമതായി ഭാര്യ പറയുകയാ, 6 അടി മണ്ണിന്റെ അകത്തേക്ക് ഖദീജാനെ ഇറക്കി വെക്കേണ്ടത് നിങ്ങളാ. നിങ്ങളുടെ കൈ കൊണ്ട് വേണം എന്റെ ജനാസ ഇറക്കി വെക്കാ. നിങ്ങളുടെ കൈ കൊണ്ട് വേണം ഈ ഖദീജാന്റെ ജനാസ ഇറക്കി വെക്കാ. അല്ലാഹു എന്നോട് കരുണ കാണിക്കണ്ടേ നബിയേ. എന്റെ പ്രിയമുള്ളവരെ, ഖദീജ ബീവി വസിയത്ത് ചെയ്തു, ഈ ലോകത്തോട് യാത്ര പറയുകയാ. അല്ലാഹുവിന്റെ റസൂലിനോട് പൊരുത്തം വാങ്ങിയിട്ട് ഖദീജ അങ്ങ് പോയി. അല്ലാഹ് അവിടുത്തെ മയ്യത്ത് കുളിപ്പിച്ചത് റസൂലുള്ളയാ. ഉമ്മാ, ഭാര്യയുടെ മയ്യത്ത് കുളിപ്പിച്ചത് ഭർത്താവാ. നിനക്കാ ഭാഗ്യം കിട്ടുവോ? നിനക്കാ ഭാഗ്യം കിട്ടുവോ? ഖദീജ ബീവിയുടെ മയ്യത്ത് കുളിപ്പിച്ചത് അല്ലാഹുവിന്റെ പ്രവാചകനായിരുന്നു. എന്നിട്ടല്ലാ അല്ലാഹുവിന്റെ പ്രവാചകന് പുതച്ചിരുന്ന് പുതപ്പെടുത്തു. ഖദീജ ബീവിയുടെ കൂടെ നിന്നപ്പോ 25 കൊല്ലം ജീവിക്കുന്ന സമയത്ത് പുതച്ചിരുന്ന ഒരു പുതപ്പുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂൽ എടുത്ത് ചുംബിക്കുകയാ. തന്റെ ഖദീജാനെ പുതിയ പുതപ്പില് ചുംബിച്ചിട്ട് റസൂലുള്ളാഹി തങ്ങളുണ്ടല്ലോ കഫൻ തുണിക്കകത്ത് പുതപ്പ് വെക്കുകയാണ്. എന്നിട്ട് ഖദീജാനെ പുതിയുകയാ. എന്നിട്ടല്ലാ മയ്യത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് ജനാസ 6 അടി മണ്ണിന്റെ അകത്തിറക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ ഖബറിന്റെ അകത്തിറങ്ങിയിട്ട് ഖദീജ ബീവിയുടെ ജനാസ, ഖദീജ ബീവിയുടെ ജനാസ തന്റെ കൈ കൊണ്ട് വാങ്ങുകയാ. 25 കൊല്ലം സന്തോഷത്തിലും ദുഃഖത്തിലും തനിക്ക് താകമ തണലുമായി നിന്ന, ആരാരുമില്ലാത്ത സമയത്ത് തനിക്ക് എന്നും കൂടെ നിന്ന് സഹായങ്ങൾ മാത്രം ചെയ്തു തന്നോ തന്റെ പൊന്നാര ഭാര്യയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ
നിറകണ്ണുകളോട് അല്ലാഹുവിന്റെ റസൂൽ ഖദീജ ബീവിയുടെ മയ്യത്ത് ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചു. ഖിബലയുടെ ഭാഗത്തേക്ക് ചരിച്ചു കൊടുത്തു. എന്നിട്ടതാ കെട്ടിയിരുന്ന 3 കെട്ടുകൾ അഴിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് കെട്ടിയിരുന്ന 3 കെട്ടുകൾ അഴിക്കുകയാ. എന്നിട്ട് എന്റെ മുസ്ലിമേ, അതാ ഖിബലയുടെ ഭാഗത്തേക്ക് തലതിരിച്ച് വെച്ചിട്ട് ഒരു പിടി മണ്ണ് വാരിയിട്ട് വെക്കുവല്ലോ, ഒരു പിടി മണ്ണ് വാരിയിട്ട് വെക്കുവല്ലോ. നമ്മുടെ വാപ്പാന്റെ കബളിന്റെ താഴെ വെച്ചവരല്ലേ, നമ്മുടെ ഉമ്മാന്റെ കബളിന്റെ താഴെ വെച്ചവരല്ലേ. എത്രയോ പേരുടെ ജനാസ കബറിൽ കൊണ്ടുവച്ചിട്ട് ഒരു പിടി മണ്ണ് വാരിയിട്ട് കബറിന്റെ അകത്ത് നിൽക്കുന്നവനോട് എന്റെ ഉമ്മാന്റെ കബളിന്റെ താഴെ വെക്ക്, എന്റെ വാപ്പാന്റെ കബളിന്റെ താഴെ വെക്ക് എന്ന് പറഞ്ഞിട്ട് ഞാനും നിങ്ങളും വെച്ചവരല്ലേ. അല്ലാഹുവിന്റെ റസൂൽ ഖദീജ ബീവിയുടെ ജനാസ ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് ഒരു പിടി മണ്ണ് വാരുകയാ. എന്തിനെന്നറിയോ? 25 കൊല്ലം തന്റെ കൂടെ കിടന്നിരുന്ന ഖദീജാന്റെ ഖബറിന്റെ താഴെ വെക്കാ ഒരു പിടി മണ്ണ് വാരിയിട്ട് പ്രവാചകന് ഖദീജ ബീവിയുടെ ഖബറിന്റെ താഴെ വെച്ചു കൊടുത്തു. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഖബറിന്റെ താഴെ ഒരു പിടി മണ്ണ് വെച്ചു. എന്നിട്ട് ഖദീജാന്റെ തല തിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, കബളില് മണ്ണ് തൊടുന്നില്ല. ഖദീജ ബീവിയുടെ കബളില് മണ്ണ് തൊടുന്നില്ല. റസൂലുള്ള രണ്ടാമതും വെച്ചു, ഖദീജാനെ മണ്ണ് തൊട്ടില്ല. മൂന്നാമതും വെച്ചു, ഖദീജയുടെ കബള് മണ്ണ് തൊടുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ മണ്ണ് വെച്ചിട്ടും ഖദീജ ബീവിയുടെ കബളില് മണ്ണ് തൊടാതെ വന്നപ്പോ എന്താണ് സംഭവമെന്നറിയില്ല. അല്ലാഹുവിന്റെ റസൂൽ അത്ഭുതത്തോടെ നിൽക്കുമ്പോ അതാ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഖബറിന്റെ അകത്തേക്ക് ഇറങ്ങി വന്നിട്ട് അവിടെന്ന് പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മണ്ണ് വെക്കണ്ട നബിയേ, മണ്ണ് വെക്കണ്ട നബിയേ, ഖദീജാനെ മണ്ണ് തൊടൂല നബിയേ, ഖദീജാനെ മണ്ണ് തൊടൂല. കാരണം എന്തെന്നറിയോ? ഖദീജ ബീവി കോടീശ്വരിയായിരുന്നു, ഒരുപാട് പണമുള്ളവളായിരുന്നു. ആ പണമെല്ലാം പാവങ്ങൾക്ക് കൊടുത്തവളാ, അല്ലാഹുവിന്റെ ദീനിന് കൊടുത്തവളാ, യതീമീങ്ങൾക്ക് കൊടുത്തവളാ, പാവങ്ങളെ സഹായിച്ചവളാണ്, ദീനിനെ സഹായിച്ചവളാണ് ഖദീജ. അതുകൊണ്ട് ഖദീജാനെ മണ്ണ് തൊടൂല നബിയേ. ഈ ശഅബാനിന്റെ വെള്ളിയാഴ്ച രാവിലെ ഒരുമിച്ച് കൂടിയവര് 6 അടി മണ്ണിന്റെ അകത്ത് എന്നെയും കൊണ്ടുവെക്കും, നിങ്ങളെയും കൊണ്ടുവെക്കുമല്ലോ. ഒരു ദിവസം എന്നെയും നിങ്ങളെയും കൊണ്ടുവെക്കും. ആരാ വരുന്നത്? വാപ്പാനെ നിനക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നില്ലേ, എന്നിട്ടും നീ കൊണ്ടുപോയിട്ട് പച്ച മണ്ണിനകത്ത് മണ്ണ് വാരിയിട്ടിട്ട് വന്നവനാ. ഉമ്മയെന്ന് പറയുമ്പോ കണ്ണ് നിറയുമല്ലോ, ഉമ്മയെന്ന് പറയുമ്പോ കണ്ണ് നിറയുമല്ലോ. ആ ഉമ്മാനെയും കൊണ്ടുവച്ചിട്ട് മണ്ണ് വാരിയിട്ടിട്ട് വന്നവനാ. ഇതുപോലെ ഒരു ദിവസം നീയും ഞാനും പോകണ്ടവനാ, നമ്മളും ഒരു ദിവസം അതുപോലെ പോകണ്ടവരാ. എന്റെ പ്രിയമുള്ളവരെ, പുഴുത്തളിയാതെ ഖബറിന്റെ അകത്ത് കിടക്കണ്ടേ, കണ്ണ് മുഖത്തുകൂടെ ഒലിച്ചിറങ്ങാതെ വയറിങ്ങനെ പൊട്ടിയിട്ട് റബ്ബേ, പുഴുക്കള് തിന്നുന്ന അവസ്ഥയിൽ ഖബറിന്റെ അകത്ത് കിടക്കാതെ, മണ്ണ് തിന്നാതെ ഖബറിന്റെ അകത്ത് കിടക്കടോ. നിന്റെ മണ്ണറ മണിയറയാക്കാനാ കൊട്ടാരം പോലെ പണിതിടുന്ന വീടിന്റെ അകത്ത് എത്ര കാലമാ നീ കിടക്കുന്നത്? വാപ്പ കെട്ടിയ വീടിന്റെ അകത്ത് നീ കിടക്കുന്നു, വാപ്പ കിടക്കുന്നത് പള്ളിക്കാട്ടില്. ഖബറെവിടെയാണെന്നറിയില്ല, വാപ്പാന്റെ ഖബറിന്റെ അവസ്ഥ എന്താണെന്ന് നിനക്കറിയില്ല. നീ ഇതുപോലെ ഒരു ദിവസം പോകണ്ടവരാ. പക്ഷേ ഒരു പാവപ്പെട്ട കുടുംബത്തിന് മഴ പെയ്യുമ്പോ നനയാതെ കിടക്കാ. നീ ഒരു വീട് വെക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും വാങ്ങിക്കൊടുത്തിട്ട് പോയാ നിന്റെ മണ്ണറ മണിയറയാകും വാപ്പാ, നിന്റെ
നിന്റെ മണ്ണറ മണിയറയാകും. അതല്ലേ ഏറ്റവും വലിയ അത്ഭുതം, അതല്ലേ ഏറ്റവും വലിയ അത്ഭുതം. ശുഹദാക്കള് കിടക്കുന്നത് പോലെ, ഹാഫിളീങ്ങള് കിടക്കുന്നത് പോലെ മണ്ണ് തിന്നാതെ കബറിന്റെ അകത്ത് കിടക്കണോ? ഒരു പാവപ്പെട്ട കുടുംബത്തിന് താങ്ങാകുവാപ്പാ, ഒരു പാവപ്പെട്ട കുടുംബത്തിന് താങ്ങാകു ചെറുപ്പക്കാരാ. അതുകൊണ്ട് നിങ്ങളോടൊരു ചെറിയ സദക്ക ചോദിക്കുകയാ. ഇപ്പൊ കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അതിന്റെ പണി തുടങ്ങുന്ന സമയത്ത് മാസങ്ങളോളമുണ്ട്. എന്നാൽ ഇനി ഒരുപാട് മാസങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോ ഉസ്താദേ എന്റെ മണ്ണറ എനിക്ക് മണിയറയാക്കണം, സ്വർഗം കണ്ടിട്ട് മരിക്കണം ഉസ്താദേ. എന്റെ വാപ്പ വെള്ളിയാഴ്ച രാവിലെ മരിച്ചാ എനിക്ക് റമദാൻ മാസം 17 രാവിലെ പതിരീങ്ങളുടെ മാസമായ ദിവസമായ 17 രാവിലെ എന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്നവർ മുഴുവനും കേൾക്ക ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് മരിക്കണം ഉസ്താദേ. എന്റെ മയ്യത്ത് കാണുന്നവര് മുഴുവനും പറയണം മരിച്ചാൽ ഇവനെ പോലെ മരിക്കണം, മരിച്ചാൽ ഇവനെ പോലെ മരിക്കണം. കാണുന്നവര് മുഴുവനും കൊതിക്കണം. അങ്ങനെ ഒരു മരണം കിട്ടാരാ, അങ്ങനെ ഒരു മരണം കിട്ടാരാ എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നിങ്ങളോടൊരു സദക്ക ചോദിക്കുകയാ, നിങ്ങളോടൊരു സദക്ക ചോദിക്കുകയാ എന്റെ പ്രിയപ്പെട്ടവരെ. ഇന്നത്തെ ദിവസം എനിക്ക് വല്ലാത്ത വേദനയുള്ള ഒരു ദിവസമാണ്. എപ്പോഴെവിടെ വെച്ചാണെന്നറിയില്ല. തിരുവനന്തപുരത്ത് റഫീഖ് എന്ന് പറയുന്ന ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു. എന്റെ സ്വന്തം സഹോദരന്റെ ആത്മാർത്ഥ സുഹൃത്താ. പക്ഷേ പടച്ചവനെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഗൾഫിൽ വെച്ച് തന്റെ കടം വിളിച്ച് അല്ലാഹുവേ തന്റെ കൂടപ്പറപ്പിനെ ഉംറ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്ത് കൂടപ്പറപ്പിനെ വിളിച്ചിട്ട് പറഞ്ഞു, അനിയ എനിക്കിത്തിരി കടമുണ്ട്, നീ കടമെല്ലാം വീട്ടണേ, എല്ലാം പറഞ്ഞിട്ട് എന്റെ ഭാര്യയും മക്കളെയും നല്ലതുപോലെ നോക്കണേ എന്ന് പറഞ്ഞിട്ട് ഉംറയ്ക്ക് പോയിട്ട് തിരിച്ചു വരുന്ന വഴിയിലാണ് ആ പ്രിയപ്പെട്ട ഉസ്താദ് മരണപ്പെട്ടു പോയത്. അല്ലാഹു ആ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഇന്നെന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവേ എന്റെ ജ്യേഷ്ഠന്റെ മകൻ പഠിക്കുന്നതേ കോളേജിലാണ് അവനും പഠിക്കുന്നത്. ഇന്നവൻ എന്റെ വാപ്പാടെ കബറിന്റെ ചാരത്ത് വന്നിട്ട് ദുആ ചെയ്യുമ്പോ നിറകണ്ണുകളോട് അവൻ ആമീൻ പറയുന്നത് കണ്ടപ്പോ വല്ലാതൊരു അത്ഭുതം തോന്നി. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഉദ്ദേശിക്കാത്തവരെ നമ്മൾ മരിക്കുമ്പോ നമുക്ക് വേണ്ടി ദുആ ചെയ്യും. അല്ലാഹു അങ്ങനെയുള്ള മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.